ഓവർ കറണ്ട് ഫ്യൂസ് ഓവർ കറണ്ടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഡിവൈസ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു ബ്രേക്കേജോ ഒരു കംപ്ലൈന്റോ വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനും മറ്റും വേണ്ടി ഉപയോഗിക്കുന്ന DC ഐസൊലേറ്റർ, നമ്മളത് ഓഫ് ചെയ്തിട്ട് DC ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതാണ് DC ഐസൊലേറ്റർ. പിന്നെ ലൈറ്റ്നിങ് പോലുള്ള ഇഷ്യൂസ് ഉണ്ടായാൽ ഓവർ കറണ്ട് മൂലം നമ്മുടെ ഇൻവേർട്ടറിനോ മറ്റ് ഡിവൈസുകൾക്കോ ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ DC സർജ് അറസ്റ്റേഴ്സ് ഉണ്ട്. അത് ഓവർ കറണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡിവൈസ് ആണ്. അപ്പൊ അങ്ങനെ DC സർജ് അറസ്റ്റർ ഉണ്ട്. ഇതിൽ DC അതിൽ നിന്ന് നേരെ DC ഐസൊലേറ്ററിലൂടെ കയറി ഇറങ്ങി സോളാർ ഇൻവേർട്ടറിലേക്ക്, ഗ്രിഡ് ഇൻവേർട്ടറിലേക്ക് പ്രവേശിക്കുന്നു. ആ ഇൻവേർട്ടറിന്റെ പ്രധാന ദൗത്യം ഈ DC കറണ്ടിനെ AC ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മള് KCB ലൈനുമായി സിങ്ക്രണൈസ് ചെയ്തിട്ടിരിക്കുകയാണ് ഈ സോളാർ സിസ്റ്റം. ഈ ഗ്രിഡ് ഇൻവേർട്ടർ അതുമായിട്ട് സിങ്ക്രണൈസ് ആയി കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ അത് ഗ്രിഡിലെ ഫ്രീക്വൻസിയും വോൾട്ടേജും മെഷർ ചെയ്യും. അത് മെഷർ ചെയ്തിട്ട് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിന്റെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നാലല്ല അല്പം ഫ്രീക്വൻസിയും വോൾട്ടേജും കൂടുതലുമായിരിക്കും ഗ്രിഡിനേക്കാൾ. കാരണം ഇവിടുന്ന് കറണ്ട് അങ്ങോട്ട് പുള്ള് ചെയ്യണം. അതിനുള്ള ഒരു പവർ കൂടെ കിട്ടുന്ന രീതിയിൽ അല്പം അപ്പ് ചെയ്ത് ഈ ഇൻവേർട്ടർ AC കറണ്ട് ആക്കി ഇതിന്റെ ഔട്ട് ഗ്രിഡിലേക്ക് ഫീഡ് ചെയ്യും. അപ്പൊ ആ ഫീഡ് ചെയ്യുന്ന പോയിന്റിൽ ഒരു AC സൈഡിലും ഒരു പ്രൊട്ടക്ഷൻ DB ഉണ്ട്, AC DB എന്ന് പറയും. ആ DBയിൽ AC ഐസൊലേറ്റർ, അതുപോലെ AC സർജ് അറസ്റ്റർ, KCB ലൈനിലൂടെ വരുന്ന ഓവർ കറണ്ടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സർജ് അറസ്റ്റർ, അല്ലെങ്കിൽ ലൈറ്റ്നിങ് മൂലവും KCB ലൈനിലൂടെ ഓവർ കറണ്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സർജസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സർജ് അറസ്റ്ററും ഉണ്ട്. അതിലൂടെ കയറി ഇറങ്ങി നമ്മൾ എനർജി മീറ്ററിലേക്ക്, സോളാർ സൈഡിലെ ടോട്ടൽ പ്രൊഡക്ഷൻ അറിയാനുള്ള എനർജി മീറ്റർ. അപ്പം ആ എനർജി മീറ്ററിന് മുമ്പ് തന്നെ ആ എനർജി മീറ്ററിന് മുമ്പല്ല, അതിന് ശേഷം ഒരു മാനുവൽ ഐസൊലേറ്റർ കൂടി വെക്കും. നേരത്തെ ഇത് പ്രകാരം മാനുവൽ ഐസൊലേറ്റർ തന്നെ KCBക്ക് മാൻഡേറ്ററി ആയിരുന്നു. ഇപ്പൊ അവര് സർക്യൂട്ട് ബ്രേക്കർ ആണെങ്കിലും മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ലോക്കബിൾ ആയിരിക്കണം എന്നും പറയുന്നു. അപ്പം എന്നിട്ട് അത് നമ്മൾ വീട്ടിലെ സാധാരണഗതിയിൽ ചെറിയ സിസ്റ്റംസ് ആണെങ്കിൽ, വീടുകളാണെങ്കിൽ വീട്ടിലെ കട്ട് ഔട്ട് ഫ്യൂസിലേക്കാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അത് നമ്മുടെ KCBയുടെ എനർജി മീറ്റർ അല്ലെ സോളാർ വെച്ച് കഴിയുമ്പോൾ ആ മീറ്റർ മാറ്റി നെറ്റ് മീറ്റർ ആക്കും. അപ്പൊ ആ നെറ്റ് മീറ്ററിന്റെ ഔട്ടിലുള്ള വീട്ടിലേക്ക് ലോഡ് പോകുന്ന കട്ട് ഔട്ട് ഫ്യൂസിലോട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ ഉപയോഗം ഉണ്ടെങ്കിൽ പകല് വീട്ടിലോട്ട് ഫ്ലോ ചെയ്യും കറണ്ട്. എക്സസ് ഉള്ള കറണ്ട്, വീട്ടിലെ ഉപയോഗം കഴിഞ്ഞ് മിച്ചമുള്ള കറണ്ടും KCB മീറ്ററിലൂടെ കയറി ലൈനിലേക്ക് ഫ്ലോ ചെയ്യും. അതാണ് അതിന്റെ ഒരു വർക്കിംഗ് രീതി എന്ന് പറയുന്നത്. ഇനി വലിയ കപ്പാസിറ്റികൾക്കാണെങ്കിൽ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് സ്ട്രിങ്സിന്റെ എണ്ണം കൂടും. ഇപ്പം നമ്മൾ 3 കിലോവാട്ട് ആണെങ്കിൽ ഒരു 6 പാനലാണ്, 6 പാനൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താണ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് DC DB കൊടുക്കുന്നത്. അത് 5 കിലോവാട്ട് ആണെങ്കിൽ 2 സ്ട്രിങ് ഉണ്ടാവും. അപ്പം 10 പാനലാണെങ്കിൽ 5 പാനലിന്റെ 2 സ്ട്രിങ് ആയിരിക്കും ഒരു പക്ഷേ. അല്ലെങ്കിൽ 25 കിലോവാട്ട് ആണെങ്കിൽ ചിലപ്പോൾ 16 പാനലിന്റെ 3 സ്ട്രിങ്ങുകളായിരിക്കും. അങ്ങനെ എണ്ണം കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് പാനലിന്റെ എണ്ണം കൂടും. അതിനനുസരിച്ച് സ്ട്രിങ്ങുകൾ കൂടുതലായിട്ട് കണക്ട് ചെയ്ത് ആണ് ഇതിലേക്ക് ഗ്രിഡ് ഇൻവേർട്ടറിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അതുപോലെ ഹയർ കപ്പാസിറ്റീസിന് സെപ്പറേറ്റ് ആയിട്ട് പാനൽ ബോർഡും കാര്യങ്ങളും, ഒന്നിൽ കൂടുതൽ ഇൻവേർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമ്പൈനർ ബോക്സ് പാനൽ ബോർഡ് വേണം. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് ഇൻവേർട്ടേഴ്സിൽ നിന്ന് വരുന്ന പോയിന്റിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള MCCB വെക്കണം. അതിൽ നിന്ന് ഇതിനെ കമ്പൈൻ ചെയ്ത് ഒരു ബസ് ബാർ കയറ്റി അതിന്റെ ഔട്ട് പോകുന്നിടത്ത് വീണ്ടും ഒരു ഐസൊലേറ്റർ വെക്കണം. ആ ഔട്ടായിരിക്കും ലോഡിലോട്ട് കൊണ്ട് ഫീഡ് ചെയ്യുന്നത്. ആ ഫീഡ് ചെയ്യുന്ന പോയിന്റിലും നമ്മൾ നോർമലി പാനൽ ബോർഡ് വെക്കും. അപ്പം പാനൽ ബോർഡിൽ മീറ്റർ, സോളാർ സൈഡിലെ മീറ്റർ, KCB സൈഡിലെ മീറ്റർ, KCBയുടെ നെറ്റ് മീറ്റർ, ഈ 2 മീറ്റർ വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. അതുപോലെ 3 ഐസൊലേറ്റേഴ്സിനുള്ള പ്രൊവിഷൻ, അതായത് ലോഡ് ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു ഐസൊലേറ്റർ, സോളാർ ഓഫ് ചെയ്യാനുള്ള ഒരു ഐസൊലേറ്റർ, അതുപോലെ KCB ഇൻപുട്ട് ലൈൻ ഇൻപുട്ട് ഓഫ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ 3 ഐസൊലേറ്റർ സ്വിച്ചുകളും അങ്ങനെയുള്ള പാനൽ ബോർഡുകളിൽ ഉണ്ടാകും. ഇനി ഇതിന്റെ സ്ട്രക്ചർ ഡിസൈൻ നമുക്കറിയാം. ഏറ്റവും ബെസ്റ്റ് കേരളത്തിലെ ക്ലൈമറ്റ് അനുസരിച്ച് 10 ഡിഗ്രി സൗത്ത് ഫേസിംഗിൽ പാനൽസ് പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ നമ്മൾ അതിന് ഉതകുന്ന രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. 10 ഡിഗ്രി സൗത്ത് ഫേസിംഗ് ആക്കി സ്ട്രക്ചർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഈ സൗത്ത് ഫേസിംഗ് നമുക്ക് ചെയ്യാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നുള്ള ബെസ്റ്റ് ഓപ്ഷൻ ഈസ്റ്റോ വെസ്റ്റോ ഡയറക്ഷനാണ്.
അന്നേരം 10 ഡിഗ്രിയിൽ കുറവാണ് സ്ലോപ്പെങ്കിൽ വലിയ പ്രൊഡക്ഷൻ ഡ്രോപ്പ് നമുക്ക് അനുഭവപ്പെടാറില്ല നോർമൽ. മാക്സിമം നോർത്ത് ഫേസിങ് ഒഴിവാക്കുക. നോർത്താണ് പ്രൊഡക്ഷൻ ഏറ്റവും കുറവ് വരുന്നത്. അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നോർത്ത് ഫേസിങ്ങിൽ ഇടുക. അപ്പം സൗത്ത് അല്ലാതെ വേറൊരു ഡയറക്ഷനിലാണ് ബാലൻസ് ഇടുന്നതെങ്കിൽ അവിടുത്തെ ബിൽഡിങ്ങിന്റെ എലിവേഷന്റെ ഫാക്ടേഴ്സോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മൾ അങ്ങനെ ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രൊഡക്ഷൻ ഡ്രോപ്പ് കസ്റ്റമറെ ഒന്നും. പിന്നെ ഇതിനകത്ത് ഡോക്യുമെന്റേഷൻ സൈഡ് എന്ന് പറയുമ്പോൾ 10 കിലോവാട്ട് താഴെയുള്ള പ്ലാന്റുകൾക്ക് KSEB 10 മുതൽ 30 വരെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഇൻസ്പെക്ഷനും കംപ്ലീഷൻ റിപ്പോർട്ടും വേണം. 30-ന് മുകളിലുള്ള പ്ലാന്റുകൾക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സ്കീം അപ്രൂവലും എനർജൈസേഷൻ സാങ്ഷനും രണ്ടും വേണം. KSEB പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരു സൗണ്ട് എന്നൊരു ചാറ്റിൽ വന്നിട്ടുണ്ട്. സൗണ്ട് കേൾക്കാൻ മേലെ സാറേ? ടിൻഷുവിന്റെ സൗണ്ടിലെ അവിടെ ഒന്നെങ്കിൽ ഒന്ന് ഹെഡ്സെറ്റിന്റെ ആണോ അത് കുത്തുന്ന ലൂസ് ആണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതിരിക്കുന്ന മൈക്ക് ഇരുന്ന് എവിടെയോ വരെയുന്നത് പോലെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ഹെഡ്സെറ്റിന്റെ പിന്നിലുണ്ടെങ്കിൽ അത് കുത്തിയിട്ടില്ല. ഞങ്ങളുടെ ഹെഡ്സെറ്റ് കുത്തി ഒന്ന് സംസാരിച്ച് നോക്കാം, ബെറ്റർ ആവുന്നുണ്ടോ നോക്കാം. ഹലോ, ഇപ്പം കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഹെഡ്സെറ്റ് കുത്തി, ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പം ഇനി ഇതിനകത്തെ ഒരു പേപ്പർ വർക്കിന്റെ ഒരു പാർട്ടിനെ പറ്റി പറഞ്ഞാല്, KSEB ആദ്യം നമ്മൾ ചെയ്യാനുള്ള പെർമിഷൻ ഫീസിബിലിറ്റി എടുക്കണം. സെക്ഷൻ ഓഫീസിൽ KSEB അനുബന്ധം 1 ഫില്ല് ചെയ്ത് ഫീസിബിലിറ്റി എടുക്കണം. അപ്പോൾ ഫീസിബിലിറ്റി കിട്ടിയാൽ അതിന് 30 ദിവസമാണ് കാലാവധി. അതിനുള്ളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാനല്, ഇൻവെർട്ടർ, അതുപോലെ അതിനുമായിട്ട് അനുബന്ധ ഡിവൈസുകളുടെ IEC സർട്ടിഫിക്കറ്റ്സും ഡേറ്റ ഷീറ്റും എല്ലാം ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്ത് പ്ലാന്റ് രജിസ്റ്റർ ചെയ്യണം. 1 കിലോ ആദ്യം ഫീസിബിലിറ്റിക്ക് 1000 രൂപ പ്ലസ് GST 1180 ആണ്. പ്ലാന്റ് രജിസ്ട്രേഷന് 1 കിലോ വാട്ടിന് 1000 വെച്ച് അടയ്ക്കണം. അതിന്റെ 80% കസ്റ്റമർക്ക് വർക്ക് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കും KSEB. ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് കൊടുക്കണം. അപ്പൊ അങ്ങനെ പ്ലാന്റ് രജിസ്ട്രേഷൻ ചെയ്യണം. ദെൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അനുബന്ധം 3 ഫില്ല് ചെയ്ത് കൊടുത്ത് കംപ്ലീഷൻ റിപ്പോർട്ട് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ കംപ്ലീഷൻ റിപ്പോർട്ട് സൈനും സീലും സഹിതം സബ്മിറ്റ് ചെയ്യണം. അപ്പം സെക്ഷൻ ഓഫീസിൽ നിന്ന് വന്ന് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യും. ദെൻ മീറ്ററിനുള്ള റിക്വസ്റ്റും കൂടെ നമ്മൾ സ്വയമേ മേടിച്ചു കൊടുക്കുവാണ് നെറ്റ് മീറ്റർ എങ്കിൽ അത് വേണ്ട. അല്ല, KSEB നാണ് മീറ്റർ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നെറ്റ് മീറ്ററിനുള്ള റിക്വസ്റ്റും കൂടെ ടെസ്റ്റിങ്ങിനുള്ള പേപ്പറിന്റെ കൂടെ കൊടുക്കുക. സാധാരണഗതിയിൽ നേരത്തെ ആയിരുന്നെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് അത് സെക്ഷനിൽ നിന്ന് സബ് ഡിവിഷന് വിട്ട്, അവിടുന്ന് ഡിവിഷനിൽ നിന്ന് മീറ്റർ ടെസ്റ്റിംഗ് ടീമിന് വിട്ടിട്ട് അവർ വന്ന് സോളാർ ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്ത് അപ്രൂവല് തിരിച്ച് സെക്ഷനിൽ വന്നു കഴിയുമ്പോഴാണ് മീറ്റർ വെക്കുന്നത്. പക്ഷെ നിലവില് കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കുന്ന കൂടെ തന്നെ മീറ്റർ റിക്വസ്റ്റും വിടാം. മീറ്റർ കിട്ടിയാൽ KSEBക്ക് കമ്മീഷൻ ചെയ്യാൻ പറ്റും. KSEBയുടെ സോളാർ ടെസ്റ്റിംഗ് കഴിയുന്നതിന് മുമ്പ് തന്നെ സോളാർ കമ്മീഷൻ ചെയ്യാൻ ഇപ്പോൾ ഒരു പുതിയ ആനുകൂല്യം കുറച്ച് കാലയളവിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അവർ വന്ന് ടെസ്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്: ഹാർമോണിക്സ്, ഫ്ലിക്കർ, DC ഇഞ്ചക്ഷൻ, അതുപോലെ ആന്റി ഐലൻഡിങ്. KSEB ലൈനിൽ കറണ്ട് പോകുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നുണ്ടോ എന്നുള്ളത് അതുകൂടെ അവർ നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അപ്രൂവൽ തരും. ദെൻ നമുക്ക് പ്ലാന്റ് ഓൺ ആക്കാം. ഓൺ ഗ്രിഡ് സിസ്റ്റംസ് നമ്മൾ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് ബോധിപ്പിക്കണം. സോളാർ മീറ്റർ ഡേ ടൈമിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറയണം. അതല്ലെങ്കിൽ നമ്മൾ ഇൻവേർട്ടറിൽ ഗ്രീൻ ലൈറ്റ് ജനറേറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ടോ, ഗ്രീൻ ലൈറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ പറയണം. അതും അല്ലെങ്കിൽ ഫോണിലെ വൈഫൈ മോണിറ്ററിങ്ങിന്റെ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഇടയ്ക്കൊന്ന് മോണിറ്റർ ചെയ്യാൻ പറയണം. കാരണം ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ആണെങ്കിൽ അതിനൊരു ഡാമേജ് വന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ വീട്ടിൽ കറണ്ട് കിട്ടത്തില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഓൺ ഗ്രിഡ് ഡെഡ് ആയി കിടന്നാൽ ചിലപ്പോൾ അറിയില്ല, ആളുകൾ ചിലപ്പോൾ അങ്ങനെ കിടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കസ്റ്റമറെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ കറണ്ട് ബില്ല് വന്നു കഴിയുമ്പോഴേ ചിലപ്പോൾ അറിയത്തുള്ളൂ. ഇത്രയൊക്കെയാണ് ഒരു സിസ്റ്റവും വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ്. സാറേ, ഏകദേശം ഡീറ്റെയിൽസ് ഓക്കെ അല്ലേ? എന്തെങ്കിലും പോയിന്റ് കൂടെ കവർ ചെയ്യാറുണ്ടോ? ഇല്ല, ടെൻഷൻ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ സെഷനിൽ അതോടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലാത്ത പോയിന്റ്സ്. ഓക്കെ. താങ്ക് യു ടിൻഷു. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളെല്ലാം അത് വിശദീകരിച്ചു. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാൻ പോണത് ഈ ഓൺ ഗ്രിഡിൽ സാധാരണ ഉണ്ടാകുന്ന കംപ്ലൈന്റുകൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് അഖിൽ അലക്സിൽ നിന്ന് ശ്രദ്ധിക്കാം.
അഖിൽ അലക്സ് ഇതിന്റെ സെറ്റ്ന സോളാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊപ്പറേറ്ററാണ്. ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ബിടെക് ഇലക്ട്രിക്കലാണ്. നല്ല രീതിയിലൊക്കെ ഇൻസ്റ്റലേഷനൊക്കെ നടത്തുന്നു. നമുക്ക് അഖിലിന്റെ പ്രൊഫൈൽ ഒന്ന് അഖിൽ പറഞ്ഞിട്ട് അഖിൽ ആ സെഷനിലേക്ക് ഒന്ന് കിടക്കാം. അഖിലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അഖിൽ, വെൽക്കം. നമസ്കാരം. താങ്ക് യു കണ്ണ സാർ, ഒരു വെൽക്കം തന്നതിന് വളരെ നന്ദി. ഇതിൽ കാണുന്ന പല മുഖങ്ങൾ കണ്ടുപരിചയമുള്ള മുഖങ്ങൾ കുറെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്നെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെ പേര് അഖിൽ എന്നാണ്. ആലപ്പുഴ ബേസ്ഡ് ആയിട്ട് സെറ്റ്ന എനർജി എന്നുള്ളൊരു സ്ഥാപനം നടത്തുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഓൾ കേരള ബേസ്ഡ് ആയിട്ട് സോളാർ ഇൻസ്റ്റലേഷൻസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് എന്നിങ്ങനെയുള്ള സെഗ്മെന്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് ലിഥിയം ബാറ്ററി വെച്ചുള്ള സിസ്റ്റത്തിലേക്ക് ഡിസൈൻ ആൻഡ് ഇന്റഗ്രേഷനിലെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഓൺ ഗ്രിഡിന്റെ കംപ്ലൈന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓൺ ഗ്രിഡ് നമുക്കിതൊരു സിസ്റ്റം ആണല്ലോ. ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മളൊരു സൈറ്റിൽ പോയിട്ട് ഡിസൈൻ ചെയ്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു കസ്റ്റമറുടെ നീഡിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പാനലുണ്ട്, ഇൻവെർട്ടർ ഉണ്ട്, DC സൈഡ്, AC സൈഡ്, അങ്ങനെ പല പല കോമ്പണന്റ് വെച്ചിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാകാവുന്ന ഫേസ് ചെയ്യുന്ന കംപ്ലൈൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാവുന്ന ഒരു നോളജ് ഞാൻ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുവാണ് മെയിനായിട്ട്. നമുക്ക് ആദ്യം പാനലിനെ പറ്റി പറയുവാണെങ്കിൽ, പാനലിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള മെയിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഹാഫ് കട്ട് പാനലൊക്കെ വന്നപ്പോഴേക്കും ഹാഫ് കട്ട് പാനലിലെ ഡയോഡ് ഫെയിലിയർ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറച്ച് പാനൽസിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഈ ഒരു പ്രൊഡക്ഷൻ ഒക്കെ നടത്തി കഴിയുമ്പോൾ ഇതിന്റെ QC പ്രശ്നങ്ങളാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് മാനുഫാക്ചർ മാറി തരുന്നുണ്ട്. പക്ഷെ നമ്മളത് മോണിറ്റർ ചെയ്തോ കറക്റ്റ് ആയിട്ട് പാനൽ വെച്ച സമയത്ത് തന്നെ ആ ഒരു സംഭവം നോട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഫെയിലിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം ഇത് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് ഹൈ DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയോഡ് ഫെയിലിയറിലൂടെ നമുക്കതൊരു വലിയൊരു ഡാമേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് എപ്പോഴും എൻഷുർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഓൾമോസ്റ്റ് നമുക്ക് ഒരു സ്ട്രിങ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ 5 കിലോവാട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു 3 കിലോവാട്ട് ആണെങ്കിലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90% സിസ്റ്റം എന്തായാലും ഗ്രിഡ് ഇൻവെർട്ടറും നമുക്ക് വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ സിസ്റ്റത്തിന്റെ സ്ട്രിങ് വോൾട്ട് എത്ര നിൽക്കുന്നത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഒരു ഇഷ്യൂ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. കാര്യം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രിങ് ആ വോൾട്ടേജിന് താഴെ പോകുന്നുണ്ടോ, അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷെയ്ഡുകൾ, പാനലിലേക്ക് വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷെയ്ഡുകൾ പാനലിലെ ഫ്യൂച്ചർ പെർഫോമൻസിനെ ബാധിക്കുന്നതാണ്. നമുക്കതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് മാറ്റുന്നത് ഏറ്റവും ഉചിതകരമായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറാണ്. സ്ട്രക്ചറിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. കാര്യം GI ആണ് മിക്കവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ മിക്കപ്പോഴും ഇപ്പോൾ കോസ്റ്റിന്റെ ഒക്കെ ഒരു കമ്പാരിസൺ വരുമ്പോൾ പലരും GP പൈപ്പുകളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. GP ഏറ്റവും ഒരു 18 kg പൈപ്പ് വരെയൊക്കെ ഉപയോഗിച്ച സൈറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ വീണ്ടും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആ സിസ്റ്റം നമുക്കൊരു തലവേദന ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിന്റെ കാര്യം നമ്മളൊന്ന് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ എൻ്റയർ ലൈഫിനെ അത് കറക്റ്റായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഈ സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടിൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എൻ്റയർ സിസ്റ്റം തരുന്ന ഒരു കോമൺ ഫെയിലിയർ, ഇപ്പോൾ ഇൻവെർട്ടർ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറച്ച് പേർക്ക് ഇനിയും കണ്ടിട്ടുണ്ടാവും, ഈ വോൾട്ടേജ് ഷൂട്ടപ്പ് ആവുന്ന ഇഷ്യൂ. ലൈക്ക് ഇപ്പോൾ KCB ലൈനിലെ എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ന്യൂട്രൽ പ്രോപ്പർ അല്ലെങ്കിലോ നമുക്ക് ഇൻവെർട്ടർ വോൾട്ടേജ് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്ത് ഇത് ട്രിപ്പ് ആവുന്ന അവസ്ഥ. അത് പലപ്പോഴും ഞായറാഴ്ചകളിലൊക്കെ കാണാറുണ്ട് കൂടുതലായിട്ട്. ഈ ഒരു അത് KCB എന്നുള്ള ലോഡ് ബാലൻസിന്റെ പ്രശ്നം കൊണ്ടും വരാം, അല്ലെങ്കിൽ നമ്മൾ വെച്ച സൈറ്റിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി കാണിക്കുവാണെങ്കിൽ നമുക്കത് ഒന്നെങ്കിൽ ട്രാൻസ്ഫോമർ സൈഡ് എർത്തിങ് പ്രോപ്പറായിട്ട് ചെയ്യുക, ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് ഒരു 5 വോൾട്ടിന് മിനിമം താഴെ നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകുക. എന്നാൽ മാത്രമേ നമുക്കത് മിനിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. KCB സംസാരിക്കുമ്പോൾ അവർ അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഈ പറഞ്ഞ വോൾട്ടേജ് ഷൂട്ടപ്പ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു ട്രാൻസ്ഫോമർ എർത്തിങ്ങും അല്ലെങ്കിൽ KCB ലൈനിലേക്കുള്ള നമ്മുടെ മെയിൻ
കൈവേറുണ്ടല്ലോ, അതിന്റെ ലൂസ് കോണ്ടാക്ട് കൊണ്ടൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ വരാം. കാര്യം ഇത്ര ആംബിയർ പുഷ് ചെയ്യുന്നതാണ്, സിസ്റ്റം ഇരുന്നിട്ട് ഇത്രയും ആംബിയർ പുഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ചൂടാകാം, അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്കത് KCB തന്നെ അവിടെ തന്നെ ആ ഒരു റൂട്ടിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫ്യൂസിന്റെയും അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള SPD ഉപയോഗിക്കാത്ത കൊണ്ടുള്ള ഒരു പ്രശ്നം അത് പലയിടത്തും കാണുന്നുണ്ട്. ഇപ്പോ പുറത്തുനിന്നൊക്കെ കൂടുതലായിട്ടുള്ള MCBV ബോക്സുകളും അതുപോലെ DCDV ബോക്സുകളൊക്കെ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഹൈദരാബാദിൽ നിന്ന് കുറെ മാനുഫാക്ചറേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട് DCDBയുടെ ഒക്കെ. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള റേറ്റിംഗ് അല്ലാത്ത ഉപയോഗിക്കുന്ന മൂലം അതൊരു ഹസാർഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇൻവെർട്ടർ സൈഡിലെ ചുരുക്കം ചില ഇൻവെർട്ടേഴ്സ് MPPT ഷോർട്ടേജ് കാണിക്കാറുണ്ട്. അത് വെച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പാനൽ എർത്തിങ് ഒക്കെ പ്രോപ്പർ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും MPPT ഷോർട്ടേജും അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷെ അത് മാനുഫാക്ചർ നമ്മളുടെ സൈഡ് ക്ലിയർ ആണെങ്കിൽ, നമ്മളുടെ എർത്തിങ്ങും കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ മാനുഫാക്ചർ അത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് തരും. കാര്യം ആസ് പെർ റെഗുലേഷൻ ഇപ്പോൾ പറയുന്ന പ്രകാരം നമുക്ക് 5 kW വരെ 2 എർത്തിങ്ങുകൾ മതി. പക്ഷെ ഒരു സോളാർ പ്ലാന്റ് ഡിസൈനർ എന്നുള്ള രീതിക്ക് നമുക്ക് ഇപ്പോഴും പല കമ്പനികളും ഫോളോ ചെയ്യുന്നത് പാനലിനൊക്കെ സെപ്പറേറ്റ് എർത്തിങ് കൊടുത്ത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അത് തന്നെ ആയിരിക്കും നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നത്, എന്റെ പെട്ടെന്നൊരു ഓർമ്മയിൽ വന്നിരുന്നത്. ബാക്കി വേറെ എന്തെങ്കിലും നമുക്കിപ്പോ എല്ലാവരും പലരും ഇതിനെപ്പറ്റി നോളജ് ഉള്ളവർ നമുക്ക് ഗ്രൂപ്പിലുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം സാർ ഈ ഒരു പോയിന്റ് ആണ്. അരുൺ, നമുക്ക് അടുത്തൊരു സെഷൻ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, അരുൺ അഖിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെങ്കിലും വളരെ നന്നായിട്ടും ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാധാരണ ആരും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാത്തൊരു കാര്യമാണ്, എന്തൊക്കെ കംപ്ലൈന്റ് വരുന്നു. കാരണം അതിനങ്ങനെയുള്ളൊരു നല്ലൊരു ഓപ്പൺ മൈൻഡ് ഉണ്ടായിരിക്കുന്നതിന് താങ്ക്സ്. നമുക്ക് അടുത്ത സെഷൻ എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറുകളും അതിന്റെ പ്രത്യേകതകളുമാണ്. നമുക്ക് രാഹുലിനെ നമുക്കിന്ന് കിട്ടിയില്ല, അതുകൊണ്ട് നോക്കുന്നുണ്ട് ടിൻഷു അത് ചെയ്യുന്നതായിരിക്കും. ടിൻഷു, വെൽക്കം. ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് മേജറായിട്ട് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയും, രണ്ടാമത് സെൻട്രൽ ഇൻവെർട്ടേഴ്സ്, മൂന്നാമത് മൈക്രോ ഇൻവെർട്ടേഴ്സ്. മേജറായിട്ട് ഇങ്ങനെ 3 രീതിയിലാണ് തിരിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് ആണ്. അതായത് ഇൻവെർട്ടറിലേക്ക് കുറച്ച് പാനലുകൾ ഗ്രൂപ്പ് ചെയ്ത് സ്ട്രിങ് ആയി കണക്ട് ചെയ്യുന്നു. അതാണ് സാധാരണഗതിയിൽ സ്ട്രിങ് ഇൻവെർട്ടർ എന്ന് പറയുന്ന സെഗ്മെന്റ്. സെൻട്രൽ ഇൻവെർട്ടർ എന്ന് പറയുന്ന ഹയർ കപ്പാസിറ്റീസ്, ഒരൊറ്റ ഇൻവെർട്ടർ 500 kW അല്ലെ 1 MW, അങ്ങനെ ഹയർ കപ്പാസിറ്റി പ്രൊജക്റ്റുകൾ, നെടുമ്പാശ്ശേരിയൊക്കെ പോലുള്ള വലിയ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന യൂട്ടിലിറ്റി പ്രൊജക്റ്റുകൾക്കുള്ള ഇൻവെർട്ടേഴ്സ് ആണ് സെൻട്രൽ ഇൻവെർട്ടേഴ്സ്. മൈക്രോ ഇൻവെർട്ടേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് പല ഓറിയന്റേഷനുകളിൽ പാനലിടാൻ അല്ലെങ്കിൽ ഷെയ്ഡ് കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെയാണ് അതിന്റെ പ്രാധാന്യം കൂടുതൽ. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലും മൈക്രോ ഇൻവെർട്ടറുകൾ കുറച്ച് ബ്രാൻഡുകളുടേത് ഉപയോഗിക്കുന്നുണ്ട് ചില ആളുകൾ. അപ്പം സ്ട്രിങ് ഇൻവെർട്ടറുകളിൽ സ്ട്രിങ് ഇൻവെർട്ടേഴ്സിൽ തന്നെ വേറൊരു ടൈപ്പ് കൂടെ ഉണ്ട്, ഒപ്റ്റിമൈസർ ബേസ്ഡ്, പവർ ഒപ്റ്റിമൈസർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെർട്ടർ. അതായത് ഒരു DC ഒപ്റ്റിമൈസർ ഒരു പാനലിന് അടിയിൽ അല്ലെ 2 പാനലിന് ഒരെണ്ണം എന്ന രീതിയിൽ വെച്ച് ഡിസൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റം. അത് നമ്മുടെ സോളാർ എഡ്ജ് എന്ന് പറയുന്ന ഇസ്രായേലി ബ്രാൻഡിന് ഉണ്ട്. അപ്പം സ്ട്രിങ് ഇൻവെർട്ടേഴ്സിൽ മേജറായിട്ട് ഉള്ള ബ്രാൻഡ് പണ്ട് കാലത്ത് ആദ്യം നമ്മുടെ ഇവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ഒരു ബ്രാൻഡായിരുന്നു, നെടുമ്പാശ്ശേരിയിലൊക്കെ ഏറ്റവും കൂടുതൽ വെച്ചതുകൊണ്ട് തന്നെ വലിയ പേരായിരുന്നു ആ ബ്രാൻഡിന്, ഡെൽറ്റ എന്ന് പറയുന്ന ഇൻവെർട്ടർ. എന്നാൽ ഇന്ന് ഇപ്പോഴും ഉണ്ട് ഡെൽറ്റ ചെയ്യുന്നവര്, പക്ഷെ ഇപ്പം വേറെ ഒത്തിരി ബ്രാൻഡുകൾ പുതിയത് ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു പേരും പെരുമയുള്ള ഇന്റർനാഷണൽ ലെവലിൽ തന്നെ സ്ട്രിങ് ഇൻവെർട്ടേഴ്സിലെ ബെസ്റ്റ് എന്നറിയപ്പെടുന്ന 3-4 ബ്രാൻഡുകൾ ഞാൻ ജസ്റ്റ് പറയാം. അതിൽ ഒന്നാണ് SMA എന്ന് പറയുന്ന ജർമ്മൻ ഇൻവെർട്ടർ. അതുപോലെ ഫ്രോണിയസ് എന്ന് പറയുന്ന ഓസ്ട്രിയ മെയ്ഡ് ഇൻവെർട്ടർ ഉണ്ട്.
പിന്നെ ഉള്ളത് ABB എന്ന് പറയുന്ന ABBയുടെ ഇൻവേർട്ടർ ഫിമർ എന്ന് പറയുന്ന കമ്പനി ടേക്ക് ഓവർ ചെയ്തു. ഇപ്പം ഫിമറിന്റെ ബ്രാൻഡിലാണ് ഇൻവേർട്ടർ വരുന്നത്. അത് ഇറ്റലി മെയ്ഡ് ഇൻവേർട്ടർ ആണ്. ഇനി നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ഒത്തിരി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേറെ കുറച്ച് ബ്രാൻഡുകളൂടെ ഉണ്ട്. അപ്പൊ ആദ്യം ഞാൻ ഈ പറഞ്ഞ 3 ബ്രാൻഡുകൾ കോസ്റ്റ് വൈസ് അല്പം കൂടുതലായിരിക്കും, കുറച്ച് കൂടുതലാണ്. എന്നാൽ കോസ്റ്റ് വൈസ് എക്കണോമിക്കലായിട്ടുള്ള നല്ല ബ്രാൻഡുകൾ പലതുണ്ട്. അതിൽ പെടുന്ന ഇൻവേർട്ടേഴ്സ് ആണ് സോഫാർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇൻവേർട്ടർ. രണ്ടാമത് ഗുഡ്വി എന്ന് പറയുന്ന ബ്രാൻഡ്. ഏറ്റവും ലാസ്റ്റ് പ്രൊജക്ട്സ് നെടുമ്പാശ്ശേരി ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഗുഡ്വിയുടെ ഇൻവേർട്ടേഴ്സ് ആണ്. പിന്നെ ഞങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പോളിക്യാബ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇൻവേർട്ടർ ആണ്. പിന്നെ ഗ്രോ വാട്ട് എന്ന് പറയുന്ന ഇൻവേർട്ടർ ഉണ്ട്. പിന്നെ കെ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. പിന്നെ ഈ പോളിക്യാബ് ശരിക്കും അതിന്റെ ഇൻവേർട്ടർ സോളിസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് OEM ചെയ്യുന്ന ഇൻവേർട്ടർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സ് പലരും ഇതുപോലെ ഓരോ ബ്രാൻഡഡ് ഇൻവേർട്ടേഴ്സ് OEM ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ലുമിനസ് എനിക്ക് തോന്നുന്നു ഈപ്സോ പോളിക്യാബിന്റെ സെയിം ഇൻവേർട്ടർ തന്നെയാണ് തോന്നുന്നു ഉപയോഗിക്കുന്നത്. അതുപോലെ ഹാവൽസ് സോഫാറിന്റെ ഇൻവേർട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. കിർലോസ്കർ ബ്രാൻഡ് ഗ്രോവാട്ടിന്റെ ഇൻവേർട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറച്ച് ബ്രാൻഡുകളും നിലവിലുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഓൺ ഗ്രിഡ് ഇൻവേർട്ടേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും ഈ ഓൾറെഡി KSEB ഇപ്പം പുതിയതായിട്ട് കുറച്ച് ഇൻവേർട്ടേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, അതായത് ഈ ഹാർമോണിക്സ് ഫെയിലിയർ അധികം വരാതിരിക്കുന്ന കേസ്. ഉദാഹരണത്തിന് അവര് ഒരു 10-25 ഇൻവേർട്ടേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവേർട്ടേഴ്സ് ആണെങ്കിലാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ KSEBയുടെ ടെസ്റ്റിങ്ങിന് മുമ്പ് തന്നെ സോളാർ ഓൺ ആക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. ആ ഇൻവേർട്ടേഴ്സ് മിക്കതിന് ഹാർമോണിക് ഫെയിലിയർ ഇഷ്യൂസ് കുറവാണ്. ടെസ്റ്റിങ്ങിൽ ഹാർമോണിക്സ് ഫെയിൽ. രണ്ടാമത് നമുക്ക് നല്ല സപ്പോർട്ട് സപ്ലയർ തരുന്നുണ്ടോ, സപ്ലയറും മാനുഫാക്ചറും. എല്ലാ കേസിലും നമുക്ക് രണ്ടുപേരുടെ സപ്പോർട്ട് വേണം. ചില കേസിൽ മാനുഫാക്ചറെ നേരിട്ട് അപ്രോച്ച് ചെയ്താൽ ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ സപ്ലയറുടെ സൈഡിൽ നിന്ന് ഒരു പുഷും കൂടെ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് കൃത്യമായിട്ട് സർവീസ് സപ്പോർട്ടും കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാനുഫാക്ചററും സപ്ലയറും സപ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡുകൾ ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ അത്യാവശ്യം നല്ല ടെക്നിക്കൽ സപ്പോർട്ട് നമ്മൾ ഇതിന് പോളിക്യാബ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ടെസ്റ്റിംഗ് KSEB ടെസ്റ്റിംഗ് ഫെയിലിയർ റേഷ്യോ ഒക്കെ വളരെ കുറവാണ്. കംപ്ലൈൻറ്റ് റേഷ്യോയും കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ടാണ് ആ ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് മേജറായിട്ടുള്ള ഓൺ ഗ്രിഡ് ബ്രാൻഡുകളെ പറ്റി, ഓൺ ഗ്രിഡ് സോളാർ ഇൻവേർട്ടറുകളെ പറ്റി പറയാനുള്ളത്. കണ്ണൻ സാറേ. താങ്ക് യു ടിൻഷു. നമുക്ക് എന്നാൽ ഇതിലെ Q&A സെഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇനി അവരുടെ ചോദ്യങ്ങളും നമുക്കതിനും അവരുടെ മറുപടിയും കൊടുക്കാം. ഞാൻ അവരുടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഒന്ന് കൊടുത്തോട്ടെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതാണ് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ചോദ്യങ്ങൾ അത് സ്വന്തമായിട്ട് തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. സോളാറിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ഡൗട്ട് ചോദിച്ചോളൂ. സാർ, ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ഓക്കെ, ചോദിച്ചോളൂ. ആദ്യത്തെ ചോദ്യം ഇപ്പോൾ അവസാനം പറഞ്ഞ വിഷയത്തെ കുറിച്ചാണ്. ടിൻസു മാത്യുവിനോടാണ്. വളരെ നന്നായിട്ട് തന്നെ നല്ലൊരു പ്രസന്റേഷൻ നൽകി. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹലോ. ഹായ്, ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ അല്ലേ? വിനോദ് സാറെ, ജോർജ് സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ജോർജ് എന്ന് പറയുന്ന ആള് ക്വസ്റ്റ്യൻ ചോദിക്കുക, അത് കഴിഞ്ഞ് വിനോദ് എന്ന് പറയുന്ന ആൾക്ക് ചാൻസ് കൊടുക്കും. ഓക്കെ, ഞാൻ ആദ്യമേ അവസരം നൽകിയതിന് നന്ദി. ഇപ്പോൾ തന്നെ പറഞ്ഞു നിർത്തിയതിലും 3 പാനലുകളുടെ കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയുള്ളൂ, ബട്ട് അത് കംപ്ലീറ്റ് ചെയ്തില്ല.
SMA പറഞ്ഞു, സോണിയ, പിന്നെ ABB ഇതിനെക്കുറിച്ച് അതിന് കോസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. പിന്നെ സൊഫാം അതുപോലെ ഗുഡ് ബി ഇങ്ങനെയുള്ള ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ അതിനകത്ത് ഈ കോസ്റ്റിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞാൽ അത് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 5 കിലോവാട്ട് ഒരു സോഫാർ പോളിക്യാബ് പോലുള്ള ഇൻവെർട്ടേഴ്സ്, അത് സിംഗിൾ ഫേസ് ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ ഒരു 5 കിലോവാട്ട് ഞാൻ അങ്ങ് എടുക്കുന്നതാണ്. അത് സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു 32,000 to 35,000 റേഞ്ച് ആണ് അതിന് സിംഗിൾ ഫേസ് ഇൻവെർട്ടർ പ്രൈസ് വരുന്നത്. അത് തന്നെ ഈ ഒരു ഗുഡ് ബി, സോഫാർ, പോളിക്യാബ് ഈ ബ്രാൻഡുകളെല്ലാം ആ ഒരു റേഞ്ചിലാണ്, ഏകദേശം ഒരു 30 to 35 റേഞ്ചിലാണ് സിംഗിൾ ഫേസ് ഇൻവെർട്ടർ. അത് തന്നെ നമ്മൾ ഫ്രോണിയസോ അല്ലെങ്കിൽ SMA ഒക്കെ പോകുമ്പോൾ അറൗണ്ട് ഒരു 50 റേഞ്ച് കോസ്റ്റ് വരുന്നുണ്ട്. ഒരു 45 to 55 റേഞ്ച് ഒക്കെ അതിന് പ്രൈസ് വരുന്നുണ്ട്. ഇനി അത് തന്നെ 3 ഫേസിലോട്ട് പോകുമ്പോൾ 5 കിലോവാട്ട് 3 ഫേസ് ഇൻവെർട്ടർ ആണെങ്കിൽ ഒരു 55,000 - 65,000 ഇടയ്ക്ക് എക്കണോമിക്കൽ റേഞ്ചിലുള്ള ഇൻവെർട്ടേഴ്സ് കിട്ടുമ്പോൾ പ്രീമിയം ബ്രാൻഡുകൾ ഒരു 75 85 90 റേഞ്ച് വരെയൊക്കെ പോകുന്നുണ്ട് പ്രൈസ്. അതുപോലെ ഒരു 50 കിലോവാട്ടെന്ന് എടുത്തു, ഒരു 50 കിലോവാട്ടിന്റെ ഇൻവെർട്ടർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നെങ്കിൽ ഒരു എക്കണോമിക്കൽ ബ്രാൻഡുകൾ ഒരു 1,90,000 80,000 തൊട്ട് ഒരു 2.25 ലക്ഷത്തിൽ താഴെ ഒക്കെ കിട്ടുമ്പോൾ, ഇപ്പം SMA കോർ 1 എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, മോഡലുണ്ട്, അതിന് 3.25 ലക്ഷം രൂപയാണ്, ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസ് വരും. അല്ലെങ്കിൽ ABB ഒക്കെ ആണെങ്കിലും ഒരു 2.5 2.25 കൂടുതലാണ്, 3 രൂപ റേഞ്ച് ഒക്കെ വരും ഏകദേശം. പിന്നെ ഫ്രോണിയസിനാണെങ്കിൽ 50 കിലോവാട്ട് ഇൻവെർട്ടർ കുറച്ച് നാൾ മുമ്പ് വരെ ഇല്ലായിരുന്നു, ഇപ്പോൾ ഉണ്ടോന്ന് അറിയാൻ മേല. അവർക്ക് ചില ബ്രാൻഡുകൾക്ക് 28 ഒക്കെ ഇൻവെർട്ടർ ആണ് ഉള്ളത്. അപ്പോൾ അത് 28 ചിലപ്പോൾ 2 ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ ഈ എക്കണോമിക്കൽ ബ്രാൻഡുകൾക്ക് പലതിനും 50 60 100 കിലോവാട്ടിന്റെ ഒക്കെ സിംഗിൾ ഇൻവെർട്ടർ ഉണ്ട്. അപ്പം നേരെ പകുതി കോസ്റ്റ് ഒക്കെ നമുക്ക് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ആകത്തുള്ളൂ. ഒരു 3 കിലോവാട്ട് ആണെങ്കിൽ പോലും എക്കണോമിക്കൽ ബ്രാൻഡുകൾ ഒരു 20,000 തൊട്ട് 25,000 രൂപ വരെ റേഞ്ചിൽ കിട്ടുമ്പോൾ മറ്റേത് വീണ്ടും ഒരു 10,000 15,000 ഒക്കെ കൂടുതലായിരിക്കും. ഓക്കെ, വളരെ നന്ദി. വിനോദ് സാർ പറഞ്ഞു, ചോദിച്ചു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എനിക്ക് നമ്മളിവിടെ പാരലൽ ആയിട്ട് സോളാർ ഇന്റഗ്രേറ്റേഴ്സിന്റെ ഒരു ക്ലബ് ഹൗസ് ഫോമിലും കൂടി ഈ വോയിസ് പോകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഞാനായിരിക്കും ഇവിടെ ചോദിക്കാം. അവിടെ വന്നിരിക്കുന്ന ഒരു ഇത് കുറച്ചുകൂടി മൈക്രോ ഇൻവെർട്ടറിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. മൈക്രോ ഇൻവെർട്ടർ നിലവിൽ നമ്മുടെ ഇവിടെ ഒരു മേജർ ബ്രാൻഡാണ് ഇപ്പം കേരളത്തിൽ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സെക്കൻഡ്, മേജർ പേരാണ് ഞാൻ എൻഫേസ് ഒരു എൻഫേസ് എന്ന് പറയുന്ന ഒരു US ബ്രാൻഡാണ് മേജറായിട്ട് മൈക്രോ ഇൻവെർട്ടർ സെഗ്മെന്റിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഓരോ പാനൽ DC കറണ്ട് ഉത്പാദിപ്പിക്കുമല്ലേ, അത് ഈ മൈക്രോ ഇൻവെർട്ടർ പാനലിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് ആ പാനലിന്റെ DC അവിടെ വെച്ച് തന്നെ AC കറണ്ട് ആക്കി മാറ്റുവാണ്. എന്നിട്ട് ഈ AC എന്നിട്ട് അതുകൊണ്ട് ഒരു കണ്ടെയ്നർ ബോക്സിൽ കൊടുത്തിട്ട് അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഒരു 10 പാനലിന് ഒരു ഇൻവെർട്ടർ വെക്കുന്നതിന് പകരം 10 പാനലിനും 10 ഇൻവെർട്ടർ ചെറിയ യൂണിറ്റുകൾ പാനലിനടുത്ത് മുകളിൽ റൂഫിൽ തന്നെ വെച്ച് അത് AC ആക്കി ലൈനിലേക്ക് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് കോഴ്സ് മറ്റേതിൻ്റെ ഡബിളിലും കൂടുതലായിരിക്കും, നല്ല കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഈ റൂഫിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇങ്ങനെ ഇൻവെർട്ടർ ഇരിക്കുന്നതുകൊണ്ടും ഇലക്ട്രോണിക്സ് കൂടുവാണ്, അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് നമുക്ക് കൂടും. എന്നാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം പല ഓറിയന്റേഷൻ പാനൽ എടുത്തിരിക്കട്ടെ, കുറച്ച് പാനൽ ഈസ്റ്റിലോട്ടും കുറച്ച് പാനൽ വെസ്റ്റിലോട്ടും ഇട്ടെന്നിരിക്കട്ടെ. അപ്പം നമുക്ക് സ്ട്രിങ് ഇൻവെർട്ടറിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ
ഏറ്റവും ലോവസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാനലിന്റെ ഔട്ട്പുട്ടേ നമുക്ക് മൊത്തം സ്ട്രിങ്ങിന് കിട്ടത്തുള്ളൂ. പക്ഷെ മൈക്രോ ഇൻവേർട്ടർ ആണെങ്കിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കൂടുതൽ പവറും കിട്ടും, കുറവ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കുറവ് പവറും കിട്ടും. അത് ഈ സെയിം തന്നെ വേറൊരു വിധത്തിൽ സോളാർ എഡ്ജിന്റെ ഒപ്റ്റിമൈസർ ബേസ്ഡ് ഇൻവേർട്ടറിലും ഈ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു 2 പാനലിന് ഷെയ്ഡ് ഉണ്ടെന്നിരിക്കട്ടെ, അപ്പം ബാക്കി 20 പാനലിന്റെ ആ ഷെയ്ഡിന്റെ പ്രൊഡക്ഷൻ കുറവ് അഫക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഉള്ള അഡ്വാൻറ്റേജ് ആണ് ഈ മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റത്തിൽ ഉള്ളത്. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജസ്, പ്രൈസ് ഡിഫറൻസ് അതുകൂടി ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജ് ഇപ്പൊ 2 പോയിന്റ് ഞാൻ പറഞ്ഞു. ഒന്ന്, ഷെയ്ഡ് ഒരിടത്ത് വന്നാൽ മറ്റേ ഏരിയനെ അഫക്റ്റ് ചെയ്യത്തില്ല. രണ്ടാമത്, പല ഓറിയന്റേഷനിൽ പാനൽ ഇട്ടാൽ അത് അഫക്റ്റ് ചെയ്യത്തില്ല. മൂന്നാമത്, ഒരു പാനലിന് ചെറിയ ഡാമേജോ അല്ലെങ്കിൽ ഒരു പാനലിൽ കുറച്ച് പൊടിയോ ഉണ്ടെങ്കിൽ അത് ബാക്കി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള പൊടിയും കംപ്ലൈന്റും കുറവുള്ള പാനലിനെ നമുക്ക് അഫക്റ്റ് ചെയ്യത്തില്ല. അതിന്റെ പ്രൈസിങ് ഞാൻ ഏകദേശം മറ്റേതിന്റെ ഇരട്ടിയിൽ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു കപ്പാസിറ്റി സിസ്റ്റം ഞാൻ ചെയ്തിട്ടില്ല, എന്നാലും ഒരു റഫ് ഐഡിയ വെച്ച് പറഞ്ഞാൽ ഒരു 5 കിലോവാട്ട് നമുക്കൊരു സിംഗിൾ ഫേസ് ഒരു 30,000 അല്ലെ 35,000 രൂപയ്ക്ക് ചെയ്യുമ്പം മറ്റേതൊരു 80,000 1 ലക്ഷം രൂപ വരെയൊക്കെ ചിലപ്പോൾ ആയെന്നിരിക്കും. ഏകദേശം ഒരു 2-3 ഇരട്ടി അടുത്തൊക്കെ വില കൂടുതലാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത് എർത്തിങ്ങിനെ കുറിച്ചാണ്. പാനലും സ്ട്രക്ചറും സെപ്പറേറ്റ് എർത്ത് ചെയ്യണമെന്ന് പറഞ്ഞു, അതിന്റെ കാരണം എന്താണെന്നുള്ളത്. ഓക്കെ, നിലവില് KSEB ഇപ്പൊ പറയുന്ന സജഷൻ എന്ന് പറയുന്നത് 5 കിലോവാട്ടോ അതിന് താഴെ ഉള്ളതിനും 2 എർത്തിങ്ങും, DC സൈഡിന് വേണ്ടി 1 എർത്തിങ്ങും AC സൈഡിന് വേണ്ടി 1 എർത്തിങ്ങും, അങ്ങനെയാണ് പറയുന്നത്. 5-ന് മുകളിലുള്ള സിസ്റ്റംസില് ലൈറ്റ്നിങ് അറസ്റ്ററിന് ഉള്ള എർത്തിങ്ങും വേണം. അത് കൂടാതെ കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ അതനുസരിച്ച് എത്രയാണോ അതിനനുയോജ്യമായ എർത്തിങ്ങുകൾ വേണമെന്ന് പറയുന്നു. അപ്പം എർത്തിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ എർത്തുകളും ഇന്റർ കണക്റ്റഡ് ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എന്ന് പറയും. രണ്ടാമത്, എല്ലാ മെറ്റൽ പാർട്സും എർത്തഡായിരിക്കണം. മെറ്റൽ ആയിട്ടുള്ള എല്ലാ പാർട്ടുകളും എർത്തഡായിരിക്കണം. അതാണ് വേറൊരു പോയിന്റ്. രാഹുലും ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം രാഹുൽ. മെറ്റൽ പാർട്സ് എല്ലാം എർത്തഡായിരിക്കണം. അപ്പം ഇനി DC സൈഡിൽ നമ്മൾ എർത്ത് ചെയ്യാനുള്ള എന്തൊക്കെയാന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ, പാനലിന്റെ ബോഡി, DC സർജ് അറസ്റ്റർ, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് DC സൈഡിൽ എർത്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്. AC സൈഡിൽ നമ്മൾ മാനുവൽ ഐസൊലേറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ ബോഡി, എനർജി മീറ്റർ മെറ്റൽ ബോക്സിലാണെങ്കിൽ അതിന്റെ ബോഡി, ഇൻവേർട്ടറിനകത്തെ സിസ്റ്റം എർത്തിങ്, അത് കൂടാതെ ഇൻവേർട്ടറിന്റെ ബോഡി എർത്തിങ്, പിന്നെ AC സർജ് അറസ്റ്ററിന്റെ എർത്തിങ്, അതുപോലെ ലൈറ്റ്നിങ് അറസ്റ്റർ ഉണ്ടെങ്കിൽ അതിന്റെ എർത്തിങ്. ഇത്രയുമാണ് സോളാർ സിസ്റ്റത്തിലെ എർത്തിങ് എന്ന് പറയുന്നതായിട്ട് വരുന്നത്. സംഭവം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. ഇതിനെപ്പറ്റി പറയാൻ പോയാൽ പലതും ആളുകൾക്ക് കൺഫ്യൂഷനും ഒത്തിരി ഉണ്ടാവും. സിംപ്ലി പറഞ്ഞാൽ നമ്മൾ 2 എർത്ത് ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ DC സൈഡിൽ 1 എർത്ത് ഉപയോഗിക്കുക, AC സൈഡിൽ 1 എർത്ത് ഉപയോഗിക്കുക. DC സൈഡിലെ എർത്തിങ്ങിലെ സ്ട്രക്ചറും DC സർജ് അറസ്റ്ററും കൂടെ കണക്ട് ചെയ്ത 1 എർത്തിങ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. AC സൈഡിൽ മെറ്റൽ പാർട്സും ഇൻവേർട്ടറിന്റെയും AC സർജ് അറസ്റ്ററിന്റെ എർത്തിങ് ആയിട്ട് 1 എർത്ത് ബിറ്റ് ഉപയോഗിക്കുക. അതാണ് ഒരു സിംപ്ലിഫൈഡ് ഫോർമാറ്റ്. 10-ന് മുകളിലുള്ള ഹയർ കപ്പാസിറ്റികളിൽ കൃത്യമായ ഡിസൈനും കൃത്യമായ ഇതും വേണം. കാരണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷനിൽ അവർ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ്ങോ ആവശ്യത്തിനുള്ള എർത്ത് ബിറ്റുകളോ ഒക്കെ ഇല്ലെങ്കിൽ അതനുസരിച്ച് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആണ്. ആ സെഗ്മെന്റിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. ഒരു സിംപ്ലിഫൈഡ് ഫോർമാറ്റിൽ ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. പ്രീമിയം ബ്രാൻഡഡ് ഇൻവെർട്ടേഴ്സും ലോവർ ബ്രാൻഡഡ് ഇൻവെർട്ടേഴ്സും തമ്മിലുള്ള പ്രൊഡക്ഷനിൽ എത്രത്തോളം വ്യത്യാസം കണ്ടിട്ടുണ്ട്? അതിൽ എത്രയ്ക്കും അഡ്വാൻറ്റേജസ് എത്രയുണ്ട്? എൻ്റെ എക്സ്പീരിയൻസിൽ പ്രൊഡക്ഷനിൽ ഈ ബ്രാൻഡ് വ്യത്യാസം കൊണ്ട് അധികം വ്യത്യാസം വരാറില്ല. പ്രത്യേകിച്ച് ഇൻവേർട്ടറിന്റെ വളരെ അല്പസ്വല്പം ഏരിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാറുള്ള, കാര്യമായ യാതൊരു വ്യത്യാസവും ബ്രാൻഡ് വ്യത്യാസം കൊണ്ട് ഉണ്ടാവാറില്ല. പക്ഷെ പാനല് ചിലപ്പം നല്ല ബ്രാൻഡ് വ്യത്യാസം വന്നാൽ അതിന്റെ ചിലപ്പോൾ പ്രൊഡക്ഷനോ സൈറ്റിലെ സ്ട്രക്ചർ, ഇപ്പൊ ഷീറ്റിൽ നേരെ സ്ലീപ്പിംഗ് സ്ട്രക്ചർ ആണെങ്കിൽ
അല്പം പ്രൊഡക്ഷൻ കുറവായിരിക്കും. പക്ഷേ എലിവേറ്റ് ചെയ്ത് ഒരു 2-3 അടി പൊക്കത്തിൽ അടിയിൽ നല്ല എയർ സർക്കുലേഷനും ക്ലിയറൻസും ഉണ്ടെങ്കിൽ അല്പം കൂടെ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും. പിന്നെ ഷെയ്ഡ് ഫ്രീ ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും. ഈ ബ്രാൻഡ് വൈസ് പ്രൊഡക്ഷൻ അങ്ങനെ ഡിഫറൻസ് കാര്യമായിട്ട് വരാറില്ല. അതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്നേ ഉള്ളൂ ഈ ബ്രാൻഡ് വൈസ് ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലാതെ പക്ഷെ എന്ന് പറഞ്ഞ് പ്രീമിയം ബ്രാൻഡ് ആണ് നല്ലതെന്ന് പറയാനും പറ്റില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്കണോമിക്കൽ ബ്രാൻഡ് പ്രൊഡക്റ്റുകളാണ് കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ആ കോസ്റ്റിങ്ങും അതുപോലെ അതിന്റെ കസ്റ്റമർ സപ്പോർട്ടിന്റെ ഈസിനെസ്സും കംപ്ലൈന്റ് റേഷ്യോയും ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പം നമ്മളൊരു ഓഡി കാറ് വാങ്ങുമ്പോൾ അതുപോലെ നമ്മൾ സൂക്ഷിക്കണം, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ അതിന്റെ ചില ഗുണങ്ങൾ അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രീമിയം ബ്രാൻഡ്സ് ആണെങ്കിൽ നമ്മൾ ആ സിസ്റ്റവും നമ്മുടെ KCB ലൈനിലേക്കാണല്ലോ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ലൈനിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷനും ലൈനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാ ഇൻവേർട്ടേഴ്സിനെ അഫക്ട് ചെയ്യും. അപ്പം ചില ബ്രാൻഡുകൾ ലൈനിലെ ഫ്ലക്ച്വേഷൻസുമായിട്ട് വളരെ സെൻസിറ്റീവ് ആണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ട്. അതായത് നാടൻ പട്ടിയാണെങ്കിൽ എന്ത് കൊടുത്താലും കുഴപ്പമില്ല എന്ന് പുള്ളി പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ചില അങ്ങനെയുള്ള ചില സ്പെസിഫിക് ബ്രാൻഡ്സ് ഉണ്ട്. ലൈനിലെ ഫ്ലക്ച്വേഷൻസും പ്രശ്നങ്ങളും ഒക്കെ വളരെ മൈനറായിട്ട് വന്നാൽ പോലും കയറി ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ബ്രാൻഡ് ചേഞ്ച് കൊണ്ട് അങ്ങനെ കാര്യമായ പ്രൊഡക്ഷൻ ഡിഫറൻസ് ഇല്ല. ഹലോ ഓക്കെ, താങ്ക് യു. ഹലോ. എർത്തിങ്ങിൽ ഒരു ചോദ്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ ഇപ്പൊ തന്നെ. അതായത് ഈ പാനൽ ടു പാനൽ എർത്തിങ് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്നോട് വിശദീകരിക്കാമോ? ഒരു 10 പാനൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാനലിന്റെ ബോഡിയും ഈ 10 പാനലുമായിട്ട് എങ്ങനെ ലൂപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ആ എർത്തിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാമോ? രാഹുലിനെ കൂടെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. രാഹുല് റിം പ്രോജക്ട്സിന്റെ പ്രൊപ്പറേറ്റർ ആണ്. ഈ ഫീൽഡിൽ ഒരു 15-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും ഒരു ടോപ്പായിട്ട് സോളാർ പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന സോളാർ ഷോപ്പ് നടത്തുന്നതാണ്. രാഹുലിന് ഈ സെഷനിലേക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ രാഹുലിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും. രാഹുലിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാഹുൽ, വെൽക്കം. താങ്ക് യു കണ്ണൻ സർ. താങ്ക് യു ടിൻസു. പെട്ടെന്ന് നേരത്തെ കണ്ടുവന്നു എന്നെ. ടിൻസു അപ്പൊ തന്നെ പറഞ്ഞിരുന്നു. താങ്ക് യു. കണ്ടിന്യൂ ചെയ്തോ സർ. രാഹുൽ, എന്നാ ഈ പാനൽ എർത്തിങ്ങിന്റെ കണ്ടിന്യൂ ചെയ്തോ അതോ ഞാൻ പറയണം? ഞാൻ പറയാനാണെങ്കിൽ ഓക്കെ. ഗുഡ് ഈവനിങ്. അപ്പം പാനൽ എർത്തിങ് ഇത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ പാനലുകളും തമ്മിൽ കണക്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ എന്താന്ന് വെച്ചാൽ പാനൽ അലൂമിനിയം ഫ്രെയിം ആണ്, സ്ട്രക്ചർ സ്റ്റീലാണ്, അപ്പൊ അതുകൊണ്ട് കണ്ടക്ട് ചെയ്യും. അങ്ങനെയുള്ള കുറെ തെറ്റിദ്ധാരണകൾ നമ്മൾ സ്ക്രൂ ചെയ്യണോണ്ട് അതിന്റെ കണ്ടക്ടിവിറ്റി കിട്ടും. അത് ആക്ച്വലി തെറ്റാണ്. ആക്ച്വലി ആനോഡൈസ്ഡ് സർഫസ് ആണ്. ഇപ്പൊ അലൂമിനിയം ആണെങ്കിലും വേറെ അലൂമിനിയം നമുക്ക് പുറത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്സിഡൈസ് ചെയ്ത് ദ്രവിച്ചു പോകണമുണ്ട്. അലൂമിനിയം എപ്പോഴും ആനോഡൈസ്ഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മോഡ്യൂൾസിന്റെ ഫ്രെയിമിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ആനോഡൈസ് ചെയ്ത സർഫസ് കണ്ടക്ട് ചെയ്യില്ല. അലൂമിനിയം ആനോഡൈസ്ഡ് സർഫസ് കണ്ടക്ട് ചെയ്യില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നാവുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് കണ്ടക്ട് ചെയ്യില്ല, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ കണ്ടക്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പല സംശയങ്ങളും ഉണ്ടാവും. ഒരു നല്ലൊരു മോഡ്യൂൾ എടുക്കുക, ഒരഞ്ഞ് പോരാത്ത മോഡ്യൂൾ എടുക്കുക. എന്നിട്ട് അതിന്റെ ഫിനിഷ്ഡ് സർഫസ് മൾട്ടിമീറ്ററിന്റെ കണ്ടിന്യൂറ്റി മോഡിൽ വെച്ചിട്ട് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേസമയം എർത്തിങ്ങിന്റെ പോയിന്റുകളിലും ഡ്രിൽ ചെയ്ത മൗണ്ടിങ് ഹോൾസ് ഉള്ള സ്ഥലങ്ങളിലും കണ്ടക്ടിവിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പാനൽ ടു പാനൽ എർത്ത് ചെയ്യണമെന്നും ആ എർത്ത് താഴത്തെ എർത്തുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നും പറയാനുള്ള മെയിൻ കാരണം. അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഒരു പോയിന്റ് ഇതുകൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. അത് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടെ വേണമെങ്കിൽ പറയാം. പാനലുകൾ നമ്മൾ അടുത്തടുത്താണ് ഒരു സ്ട്രിങ്ങിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ചെറിയ ജമ്പർ പോലെ ഇപ്പൊ DC കേബിളോ അല്ലെ ഒരു 4 സ്ക്വയർ എമ്മിന്റെ AC കേബിളോ എടുത്തിട്ട് ഏകദേശം ഒരു 1/2 അടി ലെങ്തിൽ എടുത്തിട്ട് 2 സൈഡില് ബനാന ലെഗ് പോലെ ചെറിയ കോപ്പർ ലെഗ്സ്, ബനാന ലെഗ് അല്ല, റൗണ്ട് ആയിട്ട് സ്ക്രൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിംഗ് ടൈപ്പ് ലെഗ് 2 സൈഡിൽ പിടിപ്പിച്ചാൽ നമുക്ക് അടുത്ത് കിടക്കുന്ന 2 പാനലിൽ എർത്തിങ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ സ്ക്രൂ ചെയ്യുകയോ അല്ലെ സെൽഫ് ഇടുകയോ ചെയ്തിട്ട് നെക്സ്റ്റ് പാനലിലേക്ക് കണക്ട് ചെയ്യാം.
അതിന്റെ അടുത്ത പാനലും തമ്മിൽ കണക്ട് ചെയ്യാം. അങ്ങനെ എടുത്തിട്ട് നമുക്ക് അതിന്റെ ലാസ്റ്റ് എൻഡിൽ നിന്ന് ഒരു 8 പാനൽ 10 പാനൽ വീതം ഒരു സീരീസ് ലൈനിലാണ് ഉള്ളതെങ്കിൽ അതിന്റെ ലാസ്റ്റ് എൻഡിൽ നിന്ന്. പക്ഷെ എന്നാൽ ഒത്തിരി ലെങ്തിൽ കൂടുതൽ പാനൽ അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങേറ്റത്തുനിന്ന് മാത്രം എടുക്കുന്ന അത്ര നല്ല ഇതല്ല. ഒരു 10 പാനൽ 15 പാനലിന്റെ ഒരു ലൈൻ എടുത്തിട്ട് അതിൽ നിന്ന് എർത്ത് ചെയ്താലും നമുക്ക് ഏകദേശം ഒരു എർത്തിങ്ങിനുള്ള മെത്തേഡ് ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എർത്തിങ്ങിന് അതുപോലെ 2 പോയിന്റ് എപ്പോഴും വേണം. ഒരു പോയിന്റ് മാത്രം പോരാ. എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് എപ്പോഴും ലൂപ്ഡ് ആയിരിക്കണം. ഒരു സർക്യൂട്ട് ഫെയിൽ ആയാലും എർത്തിങ്ങിന് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ഒരു സർക്യൂട്ടും കൂടി കിട്ടണം. അപ്പം നമുക്ക് എങ്ങാനും വയർ പൊട്ടിപ്പോയാൽ തന്നെ നമുക്ക് എർത്തിങ് ആ പാത്തിൽ കൂടി അല്ലെങ്കിൽ വേറെ പാത്തിൽ കൂടി നമുക്ക് കിട്ടുന്ന വിധത്തിൽ എർത്തിങ് ചെയ്യേണ്ടത് എപ്പോഴും നല്ല ഒരു പ്രോസസ് ആയിരിക്കും. രണ്ടാമത്തത് സെൽഫ് ഡ്രിൽ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ഹോൾ ചെയ്ത് ഇത് പിടിപ്പിക്കുമ്പോൾ കൊറോഷീൽഡ് അതേപോലത്തെ ഉള്ള സെൽഫ് ഡ്രിൽ സ്ക്രൂസിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് മാക്സിമം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്രൂസ് നെറ്റ് ബോൾട്ട് ഇട്ട് അത് ആ ഹോളിലേക്ക് ഇട്ട് ചെയ്യുവാണെങ്കിൽ ഇത്രയും കൂടി ലോഞ്ചിവിറ്റി ഉണ്ടാവും, കണ്ടക്ടിവിറ്റിയും ഇത്രയും കൂടി കിട്ടും. കൊറോഷീൽഡ് എല്ലാ കൊറോഷീൽഡും കണ്ടക്ട് ചെയ്യണമെന്നില്ല. ഹലോ ഹലോ പറഞ്ഞോളൂ. ഞാൻ ഒറ്റപ്പാലത്ത് നിന്നാണ്, സോളാർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ആഴ്ച ഒരു പാനലിന്റെ ഇത് കണ്ടു. ആ സോളാർ പാനലിന്റെ അടിയിൽ സെല്ലുകൾ ഉണ്ടെന്ന്, അത് ഫ്ലോറിൽ തട്ടിയിട്ട് അത് റിവേഴ്സ് അടിച്ചിട്ട് അതിന്ന് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ അതിന്റെ സിസ്റ്റം? പാനലിന്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തും ഉണ്ട്. അപ്പൊ അത് ഫ്ലോറിൽ അതിന്റെ ലൈറ്റ് തട്ടിയിട്ട് അത് റിഫ്ലക്ട് ചെയ്തിട്ട് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ ഒരു പാനലിന്റെ ഒരു ഇത് കണ്ടു. അത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? കണ്ടോ നിങ്ങള്? അത് ബൈഫേഷ്യൽ മോഡ്യൂൾസിന്റെ കാര്യമായിരിക്കും സാർ പറയുന്നത്. അത് മുഴുവൻ മനസ്സിലായില്ല. അത് അതിന്റെ ആ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോ അവർ ഇങ്ങനെ ഒന്ന് പറഞ്ഞു. അപ്പൊ അത് കുറച്ചും കൂടി നല്ല ഇത് ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്താ അത് എനിക്ക് മനസ്സിലായി. എങ്ങനെ ഈ ഫ്ലോറിൽ തട്ടിയിട്ട് അതിൽ ആ വെളിച്ചം അതില് പ്രൊഡ്യൂസ് ചെയ്യുന്നോ എങ്ങനെയാ? അത് എനിക്ക് മനസ്സിലായില്ല. പാനലിന്റെ അതിന്റെ മോൾ ഭാഗത്ത് സെല്ലിലും അടിഭാഗത്തും അതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ ഫ്ലോറിൽ തട്ടി ആ വെളിച്ചം ഈ സെല്ലിൽ പതിച്ചിട്ട് അതിന്ന് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെയാ അതിന്റെ എനിക്ക് മുഴുവൻ മനസ്സിലാവുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. ആർക്കെങ്കിലും അറിയാൻ പറ്റിച്ച ഒന്ന് പറഞ്ഞാൽ തരക്കിടില്ല. മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായി. ചിൻസു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയോ? പറഞ്ഞു രാഹുലെ. ഓക്കെ. ബൈഫേഷ്യൽ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ നിന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിൽ നിന്നും ബാക്ക് സൈഡിൽ നിന്നും നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സോളാർ ലൈറ്റ് അത് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ബേസിക്കലി അതാണ് അതിന്റെ കാര്യം. മനസ്സിലായോ സാറിന്? അതായത് സാറേ ഇപ്പം സിംപിളി പറഞ്ഞാല് രണ്ടിലും സെയിം വോൾട്ടേജാ വരിക? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല സാറേ. അതായത് ഇപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ഉദാഹരണം പറയട്ടെ, നമുക്കൊരു നേരെ പാനലിൽ നിന്ന് ഹിറ്റ് ചെയ്യുന്ന ലൈറ്റ് സൗത്ത് ഫേസിങ്ങിൽ 10 ഡിഗ്രി ഇട്ട് ഒരു പാനൽ ഇട്ടെന്നിരിക്കട്ടെ, ഒരു 500 വാട്ടിന്റെ പാനല് 10 ഡിഗ്രി സൗത്ത് ഫേസിങ്ങിൽ ഇട്ടാല് നമുക്ക് നല്ല സൺലൈറ്റ് ഉള്ളപ്പോൾ ചിലപ്പോൾ ഒരു 400 വാട്ട്സ് ജനറേറ്റ് ചെയ്തെന്നിരിക്കും. ആ സ്ഥാനത്ത് അത് നോർത്ത് ഫേസിങ്ങിൽ ഇട്ടാല് അത് 300 വാട്ടായിരിക്കും ചിലപ്പോൾ ജനറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 45 ഡിഗ്രി സ്ലോപ്പിൽ ഈസ്റ്റ് ഫേസിങ്ങിൽ ഇട്ടാല് ഉച്ച കഴിഞ്ഞുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ 100 വാട്ട്സ് പോലും ജനറേറ്റ് ചെയ്തില്ലെന്നിരിക്കും. അപ്പം ഈ സെല്ലിലേക്ക് എത്രമാത്രം സൺലൈറ്റ് ഹിറ്റ് ചെയ്യുന്നു എന്നനുസരിച്ച് മാത്രമേ ജനറേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഈ ബൈഫേഷ്യൽ സെൽ ടെക്നോളജിയിൽ ആ പുറത്ത് മേളിൽ നിന്ന് ആഗിരണം ചെയ്യാവുന്നത് പോലെ തന്നെ താഴെ നിന്നും ജനറേറ്റ് ചെയ്യാവുന്ന പോലെ സെൽസ് താഴെയും ഉണ്ട്. അപ്പം നമ്മൾ നോർമലി ഉള്ള ഒരു റൂഫിൽ കൊണ്ട് ഇങ്ങനെ വെച്ചാൽ ഈ താഴെ നിന്നുള്ള വെട്ടം കൊണ്ട് ബൈഫേഷ്യൽ കാര്യമായ വ്യത്യാസം ഒന്നും വരുന്നില്ല. പക്ഷെ ബൈഫേഷ്യൽ അവർ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 30 ഡിഗ്രിയിൽ മുകളിൽ സ്ലോപ്പിൽ, ഇപ്പം മൊബൈൽ ഇതാണെങ്കിൽ ഇങ്ങനെ ചെറിയ സ്ലോപ്പ് അല്ല, 30 ഡിഗ്രി മുകളിൽ സ്ലോപ്പിൽ റൂഫിൽ നിന്ന് ഒരു മിനിമം ഹൈറ്റ് ഒരു 2 ഫീറ്റിന് മുകളിൽ ഹൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ട് ഈ ഫ്ലോറ് അവര് റിഫ്ലക്റ്റീവ് കോട്ടിംഗ് പെയിന്റ് അടിക്കാനും കൂടെ പറയുന്നത്. അപ്പൊ റിഫ്ലക്റ്റീവ് കോട്ടിംഗ് പെയിന്റ് അടിക്കുമ്പോൾ നമ്മുടെ ചില തിളങ്ങുന്ന സ്ഥലത്തേക്ക് ഒരു സ്റ്റീലിലേക്ക് വെട്ടം അടിച്ച് നമ്മുടെ കണ്ണിലോട്ട് വെട്ടം അടിക്കത്തില്ലേ, നമുക്ക് കണ്ണ് ചിമ്മത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു റിഫ്ലക്റ്റീവ് എഫക്റ്റ് ഉണ്ടായാൽ അതുകൊണ്ട് നമുക്ക് ജനറേഷൻ അല്പം കൂടെ കൂടുതൽ കിട്ടും. എങ്കിലും ഒരിക്കലും ഡയറക്ട്ലി സൗത്ത് ഫേസിങ് 10 ഡിഗ്രി ഇരിക്കുന്ന പാനലിന്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ജനറേഷൻ പോലെ അടിയിൽ നിന്ന് കിട്ടത്തില്ല. ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുമെന്ന് മാത്രം.
അപ്പൊ ഈ വോൾട്ടേജ് രണ്ടിനും കൂടി ആഡ് ചെയ്യും. അതെ അതെ, ആഡ് ചെയ്ത് ടോട്ടലായിട്ടായിരിക്കും സ്ട്രിങ് ഔട്ട് വരുന്നത്. അപ്പൊ 2 കണക്ഷൻസ് ഉണ്ടാവും. കണക്ഷൻ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. പോസിറ്റീവ് I mean- നെഗറ്റീവ് ഒന്നേ ഉള്ളൂ. ഓ അത് ശരി, അത് ശരി. അപ്പൊ പുറത്തേക്ക് കാണാൻ പറ്റില്ല, രണ്ടും കൂടി ഒന്നിൽ കൂടെ വരാം. ഒന്നിൽ കൂടി തന്നെ വരും. ശരി ശരി. അത് ഇവിടെ വാങ്ങാൻ അവൈലബിൾ ആണ് അല്ലേ? സാർ ഇതൊക്കെ ഒത്തിരി പഴയ ടെക്നോളജിയാണ്. ബൈഫേഷ്യൽ എന്നൊക്കെ പറഞ്ഞ ഒരു 10-15 വർഷം മുമ്പ് സോളാർ വേൾഡ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്നോളജീസ്. അത് അത്ര വലിയ സക്സസ്ഫുൾ അല്ലായിരുന്നു. അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും റിഫ്ലക്റ്റീവ് സർഫേസ് സാധനം കണ്ടിട്ടില്ല. ഇത് കൂടുതൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ബൈഫേഷ്യൽ വന്നത് എക്സ്പോർട്ട് സർപ്ലസും വില കുറച്ച് വന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ ഇപ്പൊ വരുന്ന ബൈഫേഷ്യൽസ്. അല്ലാതെ ഉള്ള കേസുകൾ കുറവാണ്. രണ്ടാമത്തെ കേസ്, ഈ റിഫ്ലക്റ്റീവ് സർഫസ് ഉണ്ടാക്കാനും സ്ട്രക്ചറിൽ അഡീഷണൽ എക്സ്പെൻസ് ചെയ്യുന്നതിനേക്കാളും ലാഭമായിരിക്കും സാർ ഒരു പാനൽ എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചാൽ. അതിനേക്കാളും കൂടുതൽ ഗ്യാഷ്യോർഡ് പ്രൊഡക്ഷൻ സാറിന് ഉണ്ടാവും. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഓക്കെ. സാർ നേരത്തെ പറഞ്ഞിരുന്നു GI ആൻഡ് സ്ട്രക്ചറിനെ കുറിച്ച്, GI ആൻഡ് GP അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ നല്ലത്, അത് അതിന്റെ കാരണം കൂടി. പിന്നെ രണ്ടാമത് ഒരു കാര്യം, ഏറ്റവും നല്ല പാനൽ എപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏറ്റവും നല്ല പാനൽ ഏതാണ്? അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഉത്തരം സാറിന് തരാൻ പറ്റുമോ, സാറിന്റെ അനുഭവത്തിൽ നിന്ന്? അഖില് സ്ട്രക്ചറിനെ പറ്റി അഖില് പറയുന്നോ? യെസ്. നമുക്ക് GP ആൻഡ് GI സ്ട്രക്ചർ, നമ്മുടെ GPയുടെ നേച്ചർ അറിയാലോ. നമുക്ക് പെട്ടെന്ന് ഒരു കൊറോഷൻ ചാൻസ് കൂടുതലുള്ള ഒരു, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. കൊറോഷൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള ടൈപ്പ് സ്ട്രക്ചേഴ്സ് ആണ് GP. പക്ഷെ നമ്മൾ കൂടുതൽ പ്രോജക്ട്സിൽ GI ഉപയോഗിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൂടുതലായിട്ടുള്ള ലൈഫ്, സ്ട്രക്ചർ ലൈഫ് കൂടുതൽ കിട്ടുന്നു. കാര്യം ഇതൊരു പാനൽ എന്ന് പറയുന്നത് 25 years ആണ് പല കമ്പനികളും പെർഫോമൻസ് അവകാശപ്പെടുന്നത്. എന്നാൽ പോലും അത് ആ ഒരു പീരീഡ് വരെ നിൽക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള, നമുക്കിത് വിൻഡും അതുപോലെ മഴയും എല്ലാ ക്ലൈമാറ്റിക് കണ്ടീഷൻ കൊണ്ടിട്ടും റൂഫ് ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മാക്സിമം ഏറ്റവും ക്വാളിറ്റിയുള്ള ഉപയോഗിക്കാമെങ്കിൽ അത്രയും നന്നായിട്ട് തന്നെ നമുക്ക് സിസ്റ്റത്തിന്റെ ലൈഫിനെ നിർത്താൻ സാധിക്കും. അതാണ് മെയിനായിട്ട് അതിലൂടെ ഉദ്ദേശിച്ചത്. പിന്നെ GI ആണെങ്കിൽ പോലും ഏറ്റവും കുറച്ചുകൂടി ഗേജ് കൂടിയ ടൈപ്പ് 14-16 ഗേജ് പൈപ്പുകളും അതുപോലെ ഈ വെൽഡ് ചെയ്യുന്ന സ്പോട്ടുകളുണ്ട്. നമുക്ക് ചെറുതായിട്ടെങ്കിലും ഈ പൈപ്പുകൾ എടുക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരഞ്ഞ് അവിടുത്തെ ഇതിന്റെ കോട്ടിങ്ങുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഡബിൾ കോട്ട് പെയിന്റിങ് അടിക്കുക. പിന്നെ ഒരു 2 years 3 years ഇടയ്ക്കെങ്കിലും മിനിമം ഒരു റീപെയിന്റ് ചെയ്യുക. എന്നതുകൊണ്ട് മാത്രമേ നമുക്ക് സ്ട്രക്ചറിന്റെ ലൈഫിനെ നമുക്ക് നിർത്താൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ട്രസ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ ഒരു സിസ്റ്റം ഫ്ലാറ്റ് റൂഫിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ ഷീറ്റ് റൂഫിൽ ചെയ്യുന്നുണ്ട്. ട്രസ് വർക്കുകാർ മിക്കവരും GI എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നത് 18 ഗേജിന്റെ, ഞാൻ പലയിടത്തും കണ്ടിരിക്കുന്നത് 18 ഗേജിന്റെ GP പൈപ്പുകളാണ്. നമുക്ക് GI പൈപ്പ് ചിലപ്പോൾ ഒരു 10 കട ഒരു ഷോപ്പിൽ അന്വേഷിച്ചാലും നമുക്ക് ചിലപ്പോൾ ഒരു 4 കടയിലോ അല്ലെങ്കിൽ 3 കടയിലോ നമുക്ക് GI പൈപ്പ് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോ ആ ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. താങ്ക് യു. അടുത്തത് പാനലിനെ കുറിച്ചും നല്ലൊരു പാനലിന്റെ രാഹുൽ ഏട്ടനോ ടിൻസോ ആരെങ്കിലും? പാനല് ശരിക്കും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അത് ഓരോരുത്തർക്കും അവരവര് ചെയ്യുന്ന പാനലും അവരവര് ഉപയോഗിക്കുന്ന ബ്രാൻഡുകളെ പറ്റിയും പ്രത്യേക ഇഷ്ടങ്ങളും അതിന്റെ ചില ഗുണഗണങ്ങളും ഒക്കെ താല്പര്യം കാണും. നമുക്ക് സ്പെസിഫിക് ആയിട്ട് അങ്ങ് എടുത്ത് ചോദിച്ചാൽ അതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിന്റെ റിലയബിലിറ്റി, രണ്ടാമത് ആ പാനൽ എത്ര നാള് പ്രൂവൺ ആണെന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ ബ്രാൻഡ്സ് ഏതെടുത്താലും 3 വർഷം അല്ലെങ്കിൽ 5 വർഷം അല്ലെ അങ്ങേയറ്റം 10 വർഷമൊക്കെ ആയുള്ളൂ ഇന്ത്യൻ ബ്രാൻഡുകളെല്ലാം. നമ്മൾ പെർഫോമൻസ് വാറണ്ടി പോലും 25 വർഷമാണ് കൊടുക്കുന്നത്. ഇപ്പൊ ടാറ്റ പോലെ ചുരുക്കം ചില ബ്രാൻഡുകൾ കൂടുതൽ പഴക്കമായതുണ്ട്. അപ്പം ഇതിനകത്ത് പക്ഷേ അന്നത്തെ അത്രയും പഴക്കമുള്ള ആ പാനൽ വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് അത്രയും നാള് 30 വർഷം നിന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ നല്ലതെന്ന് പറയാൻ പറ്റത്തുമില്ല. കാരണം ടെക്നോളജി വൈസ് ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് സിംപ്ലി പറഞ്ഞാല് ഇന്റർനാഷണൽ ബ്രാൻഡ്, കുറച്ച് ബ്രാൻഡുകളുണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡ്സ്. ഞാൻ മുമ്പേ ഇൻവേർട്ടേഴ്സിലെ പ്രീമിയം എന്ന് പറഞ്ഞതുപോലെ മാർക്കറ്റിൽ അറിയപ്പെടുന്നത് എന്താന്ന് പറയാം. അതിനകത്ത് ഞാനൊരു പേഴ്സണൽ കമന്റ് പറഞ്ഞാൽ ചിലപ്പം
ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ പൊതുവെ ഉള്ള ഒരു ട്രെൻഡും കാര്യങ്ങളും വെച്ച് ഞാൻ ജനറലൈസ് ചെയ്ത് പറയാം. പ്രീമിയം ബ്രാൻഡ് എന്ന് പെട്ടെന്ന് മാർക്കറ്റിൽ അറിയപ്പെടുന്ന 2-3 പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് LG, രണ്ടാമത് ഒന്നാമത് LG, രണ്ടാമത് സൺ പവർ, മൂന്നാമത് REC. ഈ 3 ബ്രാൻഡുകൾ സാധാരണഗതിയിൽ ആളുകൾ പ്രീമിയം ബ്രാൻഡ് എന്ന് പറയാറുണ്ട്. അപ്പം ഇതിന്റെ അങ്ങനെ പറയാനുള്ള ഒരു പ്രധാന കാരണം കോസ്റ്റ് മാത്രമല്ല, ടെക്നോളജി വൈസ് അതുപോലെ ഒരു ബ്രാൻഡ് കൂടെ ഉണ്ട്, പാനാസോണിക്കിന്റെ HIT എന്ന് പറയുന്ന മോഡൽ. ഈ 4 ബ്രാൻഡുകളാണ് കൂടുതലായിട്ട് പ്രീമിയം എന്ന സെഗ്മെന്റിൽ അറിയപ്പെടുന്നത്. ഇതിനകത്ത് ഇത് ഏറ്റവും പ്രത്യേകത 3 ബ്രാൻഡുകൾ LG, സൺ പവർ, അതുപോലെ REC. ഈ 3 ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രൊഡക്റ്റ് വാറണ്ടിയും പെർഫോമൻസ് വാറണ്ടിയും, ഇത് രണ്ടും അല്ലെ മാനുഫാക്ചറിങ് വാറണ്ടി 25 വർഷം ഈ 3 ബ്രാൻഡുകൾ കൊടുക്കുന്നുണ്ട്. REC ആണെങ്കിൽ സർട്ടിഫൈഡ് ഇൻസ്റ്റാളർ ആണെങ്കിൽ 25 അല്ലെങ്കിൽ 20. അപ്പം അതാണ് ഒരു മേജർ ഡിഫറൻസ്. പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് വാറണ്ടി ഈ 3 ബ്രാൻഡുകൾ 25 വർഷം കൊടുക്കുന്നുണ്ട്. ഇനി ടെക്നോളജി വൈസും പാനാസോണിക്കിന്റെ HIT അല്ലെങ്കിൽ LGയുടെ നിയോ എന്ന് പറയുന്ന സീരീസ്, സൺ പവറിന്റെ E സീരീസ്, X സീരീസ്, P സീരീസ്, അങ്ങനെയുള്ള സെഗ്മെന്റ്സ് ഒക്കെ ടെക്നോളജി വൈസും കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. നമ്മള് നോർമൽ സെൽസ് 72 സെല്ല്, അത് കഴിഞ്ഞ് അതിന്റെ ഹാഫ് കട്ട് സെൽസ് ഇപ്പൊ വരാൻ തുടങ്ങി. ഇപ്പൊ സൺ പവറിന്റെ P സീരീസ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഷിംഗിൾസ് എന്ന് പറയുന്ന ടെക്നോളജി, ഒരു സെല്ലിനെ 6 പീസായിട്ട് കട്ട് ചെയ്ത് ലെയർ ആക്കി അടുക്കിയിരിക്കുന്ന, ഈ 2ആയിട്ട് കട്ട് ചെയ്ത സ്ഥാനത്ത് 6ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന. അപ്പം അതുപോലെ പാനാസോണിക്കിന്റെ തന്നെ സൺ പവറിന്റെ തന്നെ അവരുടെ മാക്സിയോൺ ടെക്നോളജിയിലുള്ള പാനലുകൾ ഒരു സെല്ലിൽ ഷെയ്ഡ് വീണാൽ ആ സെല്ലിന്റെ പ്രൊഡക്ഷനെ മാത്രമേ അഫക്ട് ചെയ്തുള്ളൂ, ബാക്കി മൊത്തം സെല്ലിന്റെ പ്രൊഡക്ഷനെ അഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള ടെക്നോളജീസ് ഒക്കെയാണ്. അതായത് ഒരു 72 സെല്ല് പാനൽ എന്ന് പറഞ്ഞാൽ എൻ്റയർ പാനല് 72ആയിട്ട് തിരിക്കുന്നതിന് തുല്യമാണ്. അപ്പം തിൻ ലെയർ ഓഫ് കോപ്പർ ആണ് അതിന്റെ ആ സീരീസ് പാനലുകളുടെ അണ്ടറിൽ ലേ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ പറയുന്നത്. രണ്ടാമത് പറയുന്ന സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. ഈ പുറത്തുനിന്നുള്ള ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യൻ ബ്രാൻഡുകൾ പലതും അറിയപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഇന്ത്യക്ക് പുറത്തുള്ള മേജർ കുറച്ച് ബ്രാൻഡുകൾ ഞാൻ പറയാം. ചാറ്റിൽ ആരാണ്ട് ഇട്ടായിരുന്നു കനേഡിയൻ സോളാർ. അത് ഇന്ത്യക്ക് പുറത്തുള്ള ബ്രാൻഡുകളുടെ ലിസ്റ്റിൽ ഒരു നല്ല പ്രൊഡക്റ്റ് ആണ് കനേഡിയൻ സോളാർ. അതുപോലെ ട്രിന എന്ന് പറയുന്ന ഒരു മേജർ ബ്രാൻഡ് ഉണ്ട്. അതുപോലെ ജിങ്കോ എന്ന് പറയുന്ന ഒരു നല്ല ബ്രാൻഡ് ഉണ്ട്. അതുപോലെ ക്യൂസെൽ അവരുടെ നല്ല പ്രോഡക്ട്സ് ആണ്. ആക്സിടെക് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്. അതുപോലെ വേറെ രാഹുൽ JA സോളാർ, JA എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്. പിന്നെ ലോങ്കി, ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്ന ബ്രാൻഡുകളാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. ചിലപ്പോൾ 1-2 മിസ് ആവുന്നുണ്ടായിരിക്കും. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടുന്ന ബ്രാൻഡുകളാണ് ലോങ്കി, കനേഡിയൻ സോളാർ, ജിങ്കോ, ട്രിന, JA. ഈ 5 ബ്രാൻഡുകൾ. ഇവര് കപ്പാസിറ്റി വൈസും ജനറേഷൻ കപ്പാസിറ്റി പ്രൊഡക്ഷൻ കപ്പാസിറ്റി വൈസും ഇന്ത്യൻ ബ്രാൻഡുകളെക്കാളും 10 മടങ്ങ് മുകളിലാണ്. അതായത് 20 ജിഗാവാട്ട് 30 ജിഗാവാട്ട് വരെയൊക്കെ ഇയർലി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ബ്രാൻഡുകളാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി ഇന്ത്യൻ ബ്രാൻഡുകളിലേക്ക് വരാം. ഇന്ത്യൻ ബ്രാൻഡുകളിൽ നിലവില് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് അദാനിയാണ്. അദാനിയും വാരിയും, ചില സമയത്ത് വാരി ആയിരിക്കും, ചില സമയത്ത് അദാനി ആയിരിക്കും. അങ്ങനെ അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിൽക്കും. അദാനി, വാരി. ഇന്ത്യയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള 4 ബ്രാൻഡുകൾ എന്ന് പറയുന്നത് പെട്ടെന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ റേറ്റിംഗ്സിൽ ബ്ലൂംബർഗിന്റെ പാനൽസ് ലിസ്റ്റിങ്ങില് അല്ലെങ്കിൽ DNB GLന്റെ ഇന്റർനാഷണൽ റേറ്റിംഗിൽ ഉള്ള 4 ബ്രാൻഡുകൾ എന്ന് പറയുന്നത് അദാനി, വാരി, വിക്രം, ടാറ്റ. ഈ 4 ബ്രാൻഡുകളാണ്. ഇത് കൂടാതെ ഇന്ത്യയിലെ മേജർ ബ്രാൻഡുകൾ എന്ന് പറയുന്നത് റിനേസിസ് എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്. പിന്നെ HHV ഉണ്ട്, MV ഉണ്ട്, മൈക്രോടെക് ഉണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യൻ ബ്രാൻഡ്സ് ഉള്ളത്. പിന്നെ നമ്മള് മുമ്പ് ഞാൻ പോളിക്യാബിന്റെയും ഹാവൽസിന്റെയും കിർലോസ്കറിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. ആ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ മിക്ക കമ്പനികൾക്കും അവരുടെ സ്വന്തം മാനുഫാക്ചറിങ് ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഇത്ര കപ്പാസിറ്റി അവർക്ക് തരണമെന്നും പറഞ്ഞ് അവർ എഗ്രി ചെയ്ത് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ വേറൊരു സപ്ലയറെ കൊണ്ട് മാനുഫാക്ചർ ചെയ്യിച്ച് അവരുടെ പേരിൽ ബ്രാൻഡ് ചെയ്ത് വരുന്ന
പ്രോഡക്റ്റ് ആയിരിക്കും. അങ്ങനെ പാനാസോണിക്കിന് ഇന്ത്യൻ മെയ്ഡ് പാനൽസ് ഉണ്ട്, കിർലോസ്കറിന്റെ പാനലുണ്ട്, ഹാവൽസിനുണ്ട്, പോളിക്യാബ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ ലുമിനസിനുണ്ട്, വീഗാർഡിനുണ്ട്. ഈ ബ്രാൻഡുകളെല്ലാം മിക്കതും ഒന്നെങ്കിൽ ഒരു കപ്പാസിറ്റി വെച്ച് OEM ചെയ്താണ് വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് വെച്ച് ഇത്ര കപ്പാസിറ്റി വീതം ഇയർലി പ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിച്ച് വരുന്നതായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡുകളായിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിലവിൽ ALMM ലിസ്റ്റിലില്ലാത്ത പാനൽസ് വെച്ച് ഓൺ ഗ്രിഡ് പ്രൊജക്ട് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അത് കൂടാതെ April 1 തൊട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോർട്ടഡ് പാനലുകൾക്ക് 40% വരുന്നതുകൊണ്ട് പ്രൈസിങ്ങും വളരെ കൂടുതലാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡുകൾ കൂടുതൽ ഉപയോഗിക്കാനുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ അവർ കപ്പാസിറ്റി വൈസ് ടെക്നോളജി വൈസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഫീൽഡിൽ ഉള്ള ബ്രാൻഡ്, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട്. എന്തുകൊണ്ട് ഇന്ത്യൻ മോശമെന്നല്ല, ഇന്ത്യനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവോ? ഓക്കെ സാർ, ചോദിച്ചു. Okay, good evening to everybody. Thank you all the speakers. കണ്ണൻ സാറ്, ഗുഡ് ഈവനിങ്. ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് നെറ്റ് മീറ്ററും ഉണ്ട്, സോളാർ മീറ്ററും ഉണ്ട്. ഈ സോളാർ മീറ്റർ നിങ്ങൾ CT മീറ്റർ, ഐ ആം ടോക്കിംഗ് അബൌട്ട് CT മീറ്റർ. ഈ CT മീറ്ററിന്റെ ക്ലാസ് നിങ്ങൾക്ക് 0.5 years തന്നെ വേണോ, അതോ ക്ലാസ് 1 മതിയോ? 0.5 അവർ അതിനകത്ത് മീറ്ററിങ് ഇല്ലല്ലോ. നിങ്ങൾക്കിപ്പോ ബൈഡയറക്ഷണൽ മീറ്റർ അതിനകത്തല്ലേ അവർക്ക് റീഡിങ്ങും മറ്റുള്ള കാര്യങ്ങളും വരുന്നത്. പിന്നെ എന്തിനാണ് ഇത്ര ആക്യുറസി ഇത്ര കൂടുതൽ? ടോളറൻസിനാണ് നമുക്ക് ക്ലാസ് 1 നിന്ന് 0.5 പോകുന്നത്. എന്തിനാണ് അത് അത്ര നിർബന്ധമുള്ളതാണോന്ന് അറിയാനാണ്. എന്താ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു 630 അല്ലെ ഒരു 1700 ആംപിയറിന്റെ ഒരു ACB എന്തെങ്കിലും നമ്മൾ ഇടുകയാണെങ്കിൽ, ആ സമയത്ത് 800 ആംപിയറിന്റെ നമ്മൾ ക്ലാസ് 0.5 വാങ്ങുകയാണെങ്കിൽ, അത് CRT ആയതുകൊണ്ട് അതിന്റെ ആ ഒരു വലിപ്പം കൂടുതലായിരിക്കും. അന്നേരം നമുക്ക് ബസ് ബാറിൽ ഇടണമെന്നുണ്ടെങ്കിൽ ആ ബസ് ബാർ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും, വിഡ്ത്ത് കൂട്ടേണ്ടി വരും. കൂടുമ്പോൾ പാനൽ ഇത് വലുതാവും. അന്നേരം അങ്ങനെയുള്ള കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതും പ്രത്യേകിച്ച് നമ്മൾ പഴയ ഇൻസ്റ്റലേഷനിലേക്ക് നമ്മൾ ഇത് ഹുക്കപ്പ് ചെയ്യുകയാണെങ്കിൽ, പഴയ ബസ് ബാർ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, പെഡസ്റ്റൽ ടൈപ്പ്. അതിൽ ഓരോ ഇതിങ്ങനെ നിൽക്കുകയാണ്. അന്നേരത്തേക്ക് നമ്മൾ പുതിയ ബസ് ബാറൊക്കെ ഉണ്ടാക്കി ഇതിനകത്ത് നമ്മൾ ഗ്രിഡിലോട്ട്, ആ ഗ്രിഡ് സപ്ലൈ അവിടെ ഒരു ACBയോ അല്ലെങ്കിൽ 800ന്റെ ഒരു MCCBയോ വെച്ചിട്ടായിരിക്കണം അത് കൊടുക്കണം. അന്നേരം അതിന്റെ ഡിസൈൻ ലെവലിലാണ്. അന്നേരം അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചോദിച്ചത്. ഇതിന് ആൻസർ പറഞ്ഞിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. സാറേ, ആക്ച്വലി എന്റെ അഭിപ്രായത്തിൽ ടെസ്റ്റഡ് മീറ്ററിന് ആവശ്യമില്ല, കാലിബ്രേറ്റഡ് മീറ്ററും വേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും. കാരണം KCBക്ക് സോളാർ മീറ്റർ വെക്കുന്നത് അവരുടെ റിന്യൂവബിൾ എനർജി ജനറേഷൻ എത്രയാണെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ശരിക്കും സോളാർ മീറ്റർ അല്ലെങ്കിൽ യൂണി ഡയറക്ഷണൽ മീറ്റർ വെക്കുന്നത്. ഇറ്റ്സ് പ്യുവർലി KCB റിക്വയർമെന്റ്. നമ്മ കസ്റ്റമർക്ക് അതായിട്ട് ഒരു ബന്ധമില്ല. ദേ ഷുഡ് നോട്ട് ബി ഇൻസിസ്റ്റിംഗ്. അവര് ഇത് മസ്റ്റ് ആയിട്ട് ഇത് മീറ്റർ വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര ക്ലാസ് വേണമെന്നോ അവര് നിർബന്ധിക്കാൻ പാടില്ല. അതേസമയം ഒരു വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൈബ്രിഡ് സിസ്റ്റത്തിന് ഈ പറഞ്ഞ സോളാർ മീറ്റർ വെക്കാൻ പറ്റില്ല. ഓക്കെ, അതിനകത്ത് സോളാർ എന്നുള്ള എനർജി എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഹൈബ്രിഡ് ഇൻവേർട്ടേഴ്സിൽ. അപ്പം അതിനകത്ത് ഇപ്പൊ KCB അതിന്റെ സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിൽ എത്രയാണോ സോളാർ പ്രൊഡക്ഷൻ കാണിക്കുന്നത് അത് അവർ അക്സെപ്റ്റ് ചെയ്യണ്ടേ. അപ്പം അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ മീറ്റേഴ്സിന്റെ ക്ലാസ് ഇത്ര വേണം, 0.5 ഇത് വേണം എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോ ഇത് ഞങ്ങൾ പലപ്പോഴും റേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഇതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുകൾ എന്താന്ന് വെച്ചാൽ, ഈ സോളാർ മീറ്റർ സിസ്റ്റത്തിന്റെ അടുത്തുനിന്ന് ചിലപ്പോൾ ഒത്തിരി ദൂരെ ആയിരിക്കും മെയിൻ മീറ്റർ, മേ ബി 50 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ. പലരും ഈ വില്ല പ്രോജക്റ്റിലൊക്കെ വരുമ്പോൾ 500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ വരെ ദൂരത്തായിരിക്കും മെയിൻ മീറ്റേഴ്സ് തന്നെ.
അവിടം വരെയും സോളാർ മീറ്ററിന്റെ ലൈൻ വലിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുകളാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അത് ആ ബുദ്ധിമുട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഉള്ള ഇഷ്യൂസിൽ. മേ ബി ഫ്യൂച്ചറിൽ ഇത് മാറുമായിരിക്കും എന്നാണ് പ്രതീക്ഷ. ഇത് നിങ്ങളുടെ ഏരിയയിൽ നിന്ന് ആരെങ്കിലും ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ടുണ്ടോ? ഇത് KCBയും അവരുടെ റൂളും മറ്റുള്ള രീതിയിലും. ഓക്കെ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സിൽ അവരുടെ രീതിയിൽ നമുക്ക് കുറേയധികം നമുക്ക് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യത്തിലുള്ള സാധ്യതകളുണ്ട്. പക്ഷെ KCBയുടെ രീതിയിൽ വരുമ്പോഴാണ് കണക്ടിവിറ്റി വരുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഒരു സ്കീം പോയിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് അവർ സാങ്ഷൻ തന്ന ആ സാങ്ഷൻ്റെ ബേസിൽ പിന്നുള്ള പ്രൊസീജിയർ PQ ടെസ്റ്റ് എക്സെട്ര അത് വിത്ത് KCB ആണ്. അന്നേരം അവരുടെ രീതിയിൽ ഇനിയിപ്പം എർത്തിങ്ങിന്റെ കാര്യമാണെങ്കിൽ ഇതിനകത്ത് മെൻഷൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ 10 കിലോവാട്ട് KCB ആണ് അത് ചെയ്യുന്നത്. 10 കിലോവാട്ട് അപ് ടു 30 കിലോവാട്ട് ഇൻക്ലൂഡിങ് 30 ഇൻസ്പെക്ടറേറ്റിൽ CR പോയാൽ മതി, കമ്മീഷൻ റിപ്പോർട്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവരെ കൊണ്ടൊരു ഇൻസ്പെക്ഷൻ നമുക്ക് ചെയ്യിപ്പിക്കാം. പക്ഷേ ഇതിനകത്ത് എനിക്കൊരു കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാനായിട്ടുള്ളൂ. ഇപ്പം നമ്മൾ സ്ട്രക്ചർ, ഈ ഒരു കാര്യത്തിന് സ്ട്രക്ചറിന് എപ്പോഴും സാധാരണ രീതിയിൽ ഇലക്ട്രിക്കൽ ടിൻസ് മാത്യു മിക്കവാറും ടെക്നിക്കൽ ഡിസ്കഷനിൽ വരുന്ന ഒരാളാണോ? അല്ല, ഞാൻ കുറച്ച് നാളായി ഈ ക്ലാസ്സിൽ വന്നിട്ട്. അതല്ല, നമ്മുടെ എഞ്ചിനീയേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് അതെ, ആ ഗ്രൂപ്പിൽ അതിനകത്തുണ്ട്. ഞാൻ പോസ്റ്റിംഗിൽ ഞാൻ ടിൻസു മാത്യു എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കാൻ കാര്യം. അന്നേരം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ കാര്യങ്ങൾ അറിയാവുന്നതാണല്ലോ. അന്നേരം ആ ഒരു രീതിയിൽ സാധാരണ നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ടിന്റെ 2010 അമെൻഡ് ചെയ്ത 2013 ആണെങ്കിലും നമ്മൾ സ്ട്രക്ചറൽ എർത്തിങ്ങും എല്ലാം ഡബിൾ എർത്തിങ് ആയിട്ടാണ് പോരുന്നത്. ഇതിനകത്ത് നിങ്ങൾ DC സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ നമ്മളൊരു SPD വരുന്നു, അതിനകത്ത് DC സൈഡിൽ നിങ്ങൾ വന്നിട്ട് അതിനെ നിങ്ങൾ സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് വന്നിട്ട് ഇൻവേർട്ടറിൽ വന്ന് അത് കംപ്ലീറ്റ് ഒരു സെക്ഷനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ചിലപ്പോൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നിങ്ങൾ ചിലപ്പം ഇൻവേർട്ടറും മറ്റുള്ള ആ AC സൈഡ് മുഴുവൻ താഴെ കൊണ്ടുവന്നിട്ട് കേബിൾ കൊണ്ടുവരുന്നത്. അന്നേരം ഇൻവേർട്ടറിന് ഏകദേശം നിങ്ങൾ 2 എർത്ത് കൊണ്ടുവരികയാണെങ്കിൽ ദ ഹോൾ എർത്ത് ക്യാൻ ബി 2 ബെഞ്ചിൽ ഇതെല്ലാം നമുക്ക് ചെയ്തിട്ട് 2 എർത്ത് കൊണ്ടുവന്നിട്ട് ഇന്റർലിങ്ക് ചെയ്യാവുന്നതാണ്. ആ കൂട്ടത്തില് LAയുടെ കാര്യം, ഞാൻ കുറെ പ്രോജക്റ്റ് നമ്മൾ ഇതിനകത്ത് പോയപ്പോഴും LA ഇവർ ഇന്റർലിങ്ക് ചെയ്യുന്ന KCBയുടെ ഒരു റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ തിരിച്ച് ഇൻസ്പെക്ടറേറ്റ് കൂടി ഞാൻ മറ്റേ നമ്മുടെ സൗരയുടെ പ്രോജക്റ്റിൽ ഇപ്പം ഒരു AH ഇതിനകത്ത് ഇൻചാർജ് ആയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം അത് ചോദിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് നമുക്കൊരു സർക്കുലർ കിട്ടി, LA സെപ്പറേറ്റ് ചെയ്യണം, അത് ഇന്റർലിങ്ക് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ KCBയിലെ പല എഞ്ചിനീയേഴ്സിനും അതിന് കിട്ടിയിട്ടില്ല. അതിപ്പോ എഞ്ചിനീയേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു LA വരികയാണെങ്കിൽ അതിന്റെ സർജ് നമ്മൾ ഇന്റർലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ദ ഹോൾ ഇതിലേക്ക് സിസ്റ്റത്തിലേക്ക് അത് വരികയാണ്. നമ്മുടെ പാനലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അന്നേരം നമുക്കത് അനുവദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇറ്റ് ഈസ് അപ്രൂവിങ്, നോ പ്രോബ്ലം. അത് നമ്മൾ 3-4 പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരും അവരുമൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നതാണ്. അതുകൂടാതെ ഇപ്പൊ അടുത്ത സമയങ്ങളിൽ തന്നെ മറ്റേ ഇത് സുരക്ഷയിലെ സോളാർ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്നേരം മിക്കവാറും അതുടനെ ആവുമെന്ന് അവർ പറയുന്നുണ്ട്. കാര്യം ഇതിനകത്ത് കുറേയധികം റെഗുലേഷൻസും ഡയറക്റ്റീവ്സും തീർച്ചയായിട്ടും ശരി ഇത് വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അന്നേരം ഇതിപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളൊരു, ഞാനിത് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം എർത്തിങ് കോംപ്ലക്സ് ആണ്, നേരത്തെ ടിൻസു പറഞ്ഞ മാതിരി തന്നെ ആ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. പിന്നെ പാനൽ എർത്ത് ചെയ്യുന്ന അതൊരു നല്ല സജഷനാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ചെറിയ 2.5ന്റെ അത് ആ കളർ കോഡ് കൂടി കറക്റ്റാക്കി കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. റിങ് ഇത് നമ്മൾ ലെഗ് അടിച്ചിട്ട് അത് ഇന്റർലിങ്ക് ചെയ്തിട്ട് അത് എക്സിസ്റ്റിംഗ് എർത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ തരത്തിലായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾക്ക് വലിയ സിസ്റ്റം വയ്ക്കുന്ന സമയത്ത്
ഇവരുടെ ഈ പറഞ്ഞിരിക്കുന്ന നമുക്ക് വേറെ കോപ്പറോ അല്ലെങ്കിൽ 25-3 സ്ട്രിപ്പ് ഇത് കൊണ്ടുവന്നിട്ട് പ്ലേറ്റ് എർത്ത് ചെയ്യുകയാണെങ്കിൽ 2 എർത്തിന്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പം നമ്മള് ഹയർ സൈസിലേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ 2 എർത്ത് 10ഉം 5ഉം 8ഉം 10ഉം ഒക്കെ ആക്കുന്ന ആ ഒരു ഇതിലേക്ക് വേണ്ട. നമ്മളിപ്പോ എർത്തിങ് ഡിസൈൻ വരികയാണെങ്കിൽ ആ എർത്തിങ് അതിന്റെ ആ ഒരു ഫോൾട്ട് കറണ്ട് നമുക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കിട്ടുന്നതിനുള്ള ആ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ട് അതിൽ എപ്പാർട്ട് 5 meters ഇടുകയാണെങ്കിൽ ആ ഒരു ഏരിയ മുഴുവൻ നമുക്കത് അങ്ങനെ കിട്ടുന്നതാണ്. മാമൻ സാറേ, പിന്നെ എനിക്ക് ഒരു മാമൻ സാറേ ഇതേ പിന്നെ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഓൺ ഗ്രിഡ് മാത്രമാണ്, എർത്തിങ് നമ്മൾ വേറൊരു സമയത്താണ് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇവര് ടിൻഷുവും അഖിലും രാഹുലും ഒക്കെ ഈ ഓൺ ഗ്രിഡിന്റെ വളരെ എക്സ്പെർട്സ് ആണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പായിട്ടുള്ള തന്നെ നോളജുകളാണ് അവർ, തിയറിറ്റിക്കലും പ്രാക്ടിക്കലും നോളജുകളാണ്. അതുകൊണ്ട് നമുക്ക് അവർ കൂടുതലും അതിലാണ് എക്സ്പെർട്സ് ആയിട്ടുള്ളത്. നമുക്ക് ആ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാമല്ലോ. ശരിയാണ് സാറേ. ഞാനിപ്പോ എർത്തിങ്ങിന്റെ കാര്യം ഇവിടെ ആൾക്കാർ ചോദിച്ചുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടാമത് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു 3 ആഴ്ച കഴിയുമ്പോൾ 3-4 ആഴ്ച കഴിയുമ്പോൾ എർത്തിങ് മാത്രമായിട്ട് അതൊരു വേറെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. മൈക്രോ ഇൻവെർട്ടറും നമ്മൾ വെക്കുന്നുണ്ട്. അവർ ചോദിച്ചുകൊണ്ട് ഞാൻ കണ്ടു ചെയ്തേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇത് ഈ ബൈഫേഷ്യല് താഴെ പെയിന്റ് അടിച്ചു കൊടുക്കുന്നു പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണോ? റിഫ്ലക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി. കേട്ടില്ലേ? ചോദ്യം കേട്ടില്ലേ? റിഫ്ലക്റ്റീവ് സർഫസ് ആവണം സാർ. അല്ലെങ്കിൽ ബേസിക്കലി അതിന്റെ പ്രിൻസിപ്പിൾ അടിയിൽ നിന്നുള്ള വെളിച്ചം കാരണം അഡീഷണൽ ആയിട്ട് ഇലക്ട്രോൺ എക്സൈറ്റ് ആവണം. ഓക്കെ, റിഫ്ലക്റ്റീവ് സർഫസ് അല്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും താഴ്ത്തുന്ന ഉള്ള വെളിച്ചം കിട്ടില്ലല്ലോ പാനലില്. താങ്കളുടെ ഒരു ചോദ്യമുണ്ട്, മിറർ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുമെന്നുള്ളത്. മിറർ വെച്ചാൽ അൾട്ടിമേറ്റ്ലി സാറ് മിറർ കറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യണം. ഈ പാനലിന്റെ ഷെയ്ഡ് എന്തായാലും മിററിൽ വരില്ലേ, പാനലിന്റെ അടിയിലല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇപ്പൊ നമ്മള് മിറർ വെക്കുക എന്ന് പറഞ്ഞാല് സൺ മൂവ് ചെയ്തോണ്ടിരിക്കുവല്ലേ, മിറർ പെർമനന്റ് ആയിട്ട് ഒരു പോയിന്റിൽ നിന്ന് കറണ്ട് സൺലൈറ്റ് വന്നാൽ മാത്രമല്ല ഡയറക്ട്ലി റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു 11 മണിക്ക് കറക്റ്റ് റിഫ്ലക്ട് ചെയ്ത് പാനലിൽ വീഴുന്ന പോലെ വെച്ചാല് 12 മണിക്കോ 1 മണിക്കോ ആ റിഫ്ലക്ഷൻ പാനലിൽ കിട്ടണമെന്നില്ല, വ്യത്യാസം വരും. പിന്നെ ഈ പറഞ്ഞ പോലെ മിററിന്റെ കോസ്റ്റും അതിന്റെ മെയിൻ്റെനൻസും അത് വെക്കാനുള്ള ഇൻസ്റ്റലേഷനും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ പറഞ്ഞ പോലെ പ്രാക്ടിക്കലി ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ അതിൽ നല്ലത് വേണേ ആ കാശിന് ഒരു പാനലൂടെ എക്സ്ട്രാ വെച്ചാൽ അതായിരിക്കും കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ഇതിലോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. മാമൻ സാറ് എനിക്ക് തോന്നുന്നു കണ്ണൻ സാറ് പറഞ്ഞതേ കൂടുതൽ ആളുകൾക്ക് സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരത്തിന് വേണ്ടിയായിരിക്കും. സാറ് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ടെക്നിക്കൽ സൈഡാണ് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ അത്ര അനുയോജ്യമായിരിക്കില്ല. അതുകൊണ്ടാണ് കണ്ണൻ സാർ അങ്ങനെയും കൂടെ പറഞ്ഞത്. നമുക്കൊരു മറ്റ് ഡിസ്കഷൻസിൽ അത് ഉപയോഗിക്കാം. സാധാരണ ആളുകൾക്കുള്ള സംശയങ്ങൾ ചോദിക്കട്ടെ. ഞാനൊരു നമസ്കാരം കണ്ണൻ സാർ, ഞാൻ ബിജു പിള്ളയാണ് കായംകുളത്തുനിന്ന്. ഞാനൊരു ഇന്റഗ്രേറ്റർ ആണ്. എൻ്റെ ഒരു സംശയം ചോദിക്കാനാണ്. സംശയമല്ല, എൻ്റെ ഒരാഴ്ചയായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അതിനൊരു സൊല്യൂഷൻസ് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. പ്രശ്നം ഇത്രയാണ്, 4.75 kW സിസ്റ്റമാണ് വെച്ചത്. 2 സ്ട്രിങ് ആണ്. അപ്പം ആദ്യത്തെ ഒരു മാസം ഒരു 10-15 ദിവസമായിട്ട് ആവറേജ് ഒരു 25, 26, 28 വരെയൊക്കെ അതിൽ ജനറേറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് ഒരു PQ ടെസ്റ്റിന് വന്നതിന് ശേഷം അവര് ഈ ഫേസ് ലൈൻ എടുത്ത് മാറ്റിക്കൊടുത്തെന്നാണ് കസ്റ്റമർ പറയുന്നത്. എനിവേ എന്തായാലും 20-21 വരെയൊക്കെയാണ് മാക്സിമം ജനറേഷൻ. അപ്പൊ ഒരു സ്ട്രിങ്ങിൽ എപ്പോഴും 215-220 വരെയാണ് മാക്സിമം കിട്ടുമ്പം അടുത്ത സ്ട്രിങ് 260 വരെ കിട്ടുന്നുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും ഇതിന് സാധ്യത? എന്തെങ്കിലും ഒരു ഐഡിയ ആരെങ്കിലും പറഞ്ഞിട്ട് വരാൻ. ഈ സ്ട്രിങ്ങിലെ വോൾട്ടേജ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത് 210-220. ഒരു സ്ട്രിങ് 1-ൽ കുറവും സ്ട്രിങ് 2-ൽ കൂടുതൽ കാണിക്കണം. ഒരേ ഏരിയ വെച്ചേക്കുന്ന. പക്ഷെ പാനലിന്റെ എണ്ണം ഒന്ന് പറയാം, വാട്ടേജും പാനലിന്റെ എണ്ണവും. ഹലോ, ബിജു പിള്ള സാറിന്റെ നെറ്റ് പോയി.
അടുത്ത ആളിലേക്ക് കിടക്കാം. അതിന് ഞാൻ സിമ്പിളായി കേട്ടതിൽ നിന്ന് മനസ്സിലാകുന്ന ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പം വേറൊരു പോയിന്റ് പറഞ്ഞു, KSEBക്കാര് ടെസ്റ്റിങ്ങിന് വന്ന് ഫേസ് മാറ്റി കൊടുത്തു എന്ന്. പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും അത് തന്നെ ആയിരിക്കും പ്രശ്നം. അതായത് സിംഗിൾ ഫേസ് 4.7 4 കിലോവാട്ടിന്റെ 5 കിലോവാട്ടിന്റെ സിംഗിൾ ഫേസ് ഇൻവേർട്ടർ ഇൻസ്റ്റാൾ ചെയ്താണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഫേസിൽ ഡേ ടൈമിൽ ലോഡ് കുറവോ അല്ലെ ആ ഫേസിൽ ലൈൻ ഒരു നിമിഷം ഒന്നുകൂടെ ആദ്യം ഡേറ്റ കട്ടായിട്ട് പറഞ്ഞ കേട്ടില്ല, സ്റ്റാർട്ടിങ് ഒന്നുകൂടെ പറയാം. അല്ല പറഞ്ഞത് കേട്ടായിരുന്നു, സ്റ്റാർട്ടിങ് കേട്ടില്ല. കേട്ടായിരുന്നു പറഞ്ഞത്. ഉത്തരം പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ഒന്ന് പറഞ്ഞു. അപ്പം KSEB ഫേസ് ടെസ്റ്റിങ്ങിന് വന്നപ്പം ലൈൻ മാറ്റി കൊടുത്തു എന്ന് പറയുന്നതിനെയാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം അതിനു മുമ്പ് സ്ട്രിങ്ങിൽ കിട്ടിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം DC ക്രിമ്പിങ്ങിന്റെ കുഴപ്പം കൊണ്ടാണെങ്കിൽ ഒരു പാനലിന്റെ ക്രിമ്പിങ്ങോ എന്നല്ലെങ്കിൽ ഒരു പാനലിന്റെ ഡയോഡ് കാമേജോ എന്തെങ്കിലുമൊക്കെ ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നു, ടെസ്റ്റിങ്ങിന് ശേഷം കുറഞ്ഞതാണെങ്കിൽ മിക്കവാറും ഫേസ് ലൈൻ നേരത്തെ കൊടുത്തിരുന്ന ലൈൻ മാറ്റി കൊടുത്തതുകൊണ്ട് തന്നെ ആയിരിക്കും. അതിന് കാരണം ഈ കേസിൽ മിക്കവാറും ഇൻവേർട്ടർ അവിടെ ഇരിക്കുന്ന സിംഗിൾ ഫേസ് ഇൻവേർട്ടർ ആയിരിക്കും. അപ്പം KSEBയുടെ ആ കൊടുത്തിരിക്കുന്ന ലൈനിൽ ഇമ്പിഡൻസ് കൂടുതലായിട്ടോ അല്ലെങ്കിൽ ആ ലൈനിൽ ഡേ ടൈം ലോഡ് കുറവായതുകൊണ്ടോ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ലൈനിലേക്ക് പുള്ളി ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വോൾട്ടേജ് റേസ് ആവും. വോൾട്ടേജ് റേസ് ആയിട്ട് മാക്സിമം ജനറേഷൻ ഉള്ള സമയത്ത്, അതായത് 4 3.25 കിലോവാട്ട് ജനറേഷൻ കിട്ടേണ്ട സമയത്ത് ഓവർ വോൾട്ട് ആയി ഇൻവെർട്ടർ ട്രിപ്പായി പോകും. അങ്ങനെ ട്രിപ്പായിട്ട് കുറച്ച് സമയമൊക്കെ സിസ്റ്റം ഓഫ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ പ്രശ്നം കാണിക്കുന്നത്. അപ്പൊ അത് വേറെ. എന്നാൽ DC-യിൽ സ്ഥിരമായിട്ട് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് നോക്കണം. MPPT-യുടെ മാക്സിമം ട്രാക്കിംഗ് അനുസരിച്ച് ചിലപ്പോൾ 2 സ്ട്രിങ്ങിൽ വോൾട്ടേജ് വ്യത്യാസം കാണും. അതൊരു കംപ്ലൈന്റ് അല്ല. MPPT അതനുസരിച്ച് ട്രാക്ക് ചെയ്യുന്നത്. അതിനകത്തില്ല ഡാറ്റയ്ക്കകത്ത് കട്ട് ഓഫ് ആവുന്നില്ല, പക്ഷെ 2 PV-യിലും 2 സ്ട്രിങ്ങിലും 2 വോൾട്ടേജ് ആണ് കാണിക്കുക. അത് എന്തുകൊണ്ടാണ്? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. ഓപ്പൺ സർക്യൂട്ട് ആണോ 2 സ്ട്രിങ്ങിലും ഡിഫറന്റ്? അതെ. അല്ല, ഓപ്പൺ സർക്യൂട്ട് അല്ലല്ല. നമ്മൾ KSEB കണക്ട് ചെയ്തിട്ടേക്കാണ്. അതിനകത്തില് ലോഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മൊബൈലിൽ കാണിക്കുന്ന റേറ്റ് ഒന്നിൽ ഒരു PV-യിൽ ഇത്രയും കുറച്ച് കാണിക്കാം. നമ്മുടെ ആ സിസ്റ്റം ഇൻവെർട്ടർ നോക്കി കഴിഞ്ഞാൽ. അല്ല, അവിടെ ചെന്നിട്ട് DC ഐസൊലേറ്റ് ചെയ്തിട്ട് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 2 സ്ട്രിങ്ങിലെയും സെയിം ആണെന്ന് നോക്കുക. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പാനലിന്റെ ഡാമേജോ പാനലിന്റെ സ്ട്രിങ് ക്രിമ്പിങ്ങിന്റെ കംപ്ലൈന്റോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 2 സെയിമും എന്നാൽ പ്രൊഡക്ഷൻ കുറവും ഈ പറഞ്ഞ ഡേ ടൈമിൽ ട്രിപ്പ് ആവാതെ തന്നെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു സ്ട്രിങ്ങിലെ പാനലിന്റെ കംപ്ലൈന്റോ അല്ലെങ്കിൽ പാനലിന്റെ പ്രൊഡക്ഷൻ കുറവ് മൂലമുള്ള കംപ്ലൈന്റോ അതല്ലെങ്കിൽ ഇൻവേർട്ടറിന്റെ MPPT ട്രാക്കറിന്റെ ഇന്റേണൽ ഡാമേജോ ആവാനാണ് സാധ്യത. സാറേ, തമാശയാണെങ്കിലും ഞാനൊരു കാര്യം പറയാം. ചിലപ്പം കസ്റ്റമർ തുണി ഉണക്കാനോ എന്തെങ്കിലും അതിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രശ്നം കാണിക്കാട്ടോ, പാനലിന്റെ മുകളിൽ. വീഴുന്നില്ല, ഫുൾ ഫ്ലാറ്റ് പ്രൂഫ് ആണ്, നിഴൽ വീഴുന്ന സ്ഥലമല്ല. രണ്ട് ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോ. നമ്മളിപ്പം ഓൺ ഗ്രിഡ് ഇൻവേർട്ടറിൽ KSEBയുടെ ലൈനായിട്ട് ഇൻവേർട്ടർ സിങ്ക്രണൈസേഷൻ കഴിഞ്ഞതിന് ശേഷം പോകുന്ന വോൾട്ടേജ് ഉണ്ടല്ലോ, അത് സാർ നേരത്തെ പറഞ്ഞു ചെറിയൊരു കൂടുതലായിരിക്കുന്നു വോൾട്ടേജും കറണ്ടും ഫ്രീക്വൻസി. അപ്പൊ അത് ഏകദേശം എത്രമാത്രം ഇൻക്രീസ് ഉണ്ടാവും? ഓൾമോസ്റ്റ് ഇക്വലന്റ് ആയിരിക്കും. ഇവിടുന്ന് പവർ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അങ്ങോട്ട് പുള്ളി ചെയ്യാൻ മാത്രമുള്ള ഒരു മൈനർ ഹൈക്ക് അത്രേ ഉള്ളൂ. ഇപ്പൊ 250 ആണ്, 250 ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ 1 വോൾട്ട് ഡിഫറൻസ് ഒക്കെ കാണുന്നത്. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് സോളാറിൽ നിന്ന് ഔട്ട് എത്ര വോൾട്ടാ കൂടുതൽ, KSEBയിൽ എത്രയാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതെ, പാരലായോണ്ട് തന്നെ സെയിം ആണ്. ആ പുള്ളി ചെയ്യാനുള്ള ഒരു പവർ അതിന് ഇന്റേണലി കൊടുക്കുന്നുണ്ട് എന്ന് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളത് അറിയാൻ മാത്രം അതിനകത്തൊന്നും ഇല്ല. അല്ല, ചെറിയ വോൾട്ടേജ് വേരിയേഷൻ കാണണോ? അല്ല, കാണും എന്തായാലും, അല്ലെങ്കിൽ പോകത്തില്ലല്ലോ. ഞാൻ അടുത്ത ചോദ്യം എന്താ വെച്ചാല്, ഒരു ട്രാൻസ്ഫോർമറിന്റെ അടിയിൽ ഒരു 500 വീട് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അതിലൊരു 400 വീട്ടിൽ സോളാർ വെച്ചു, 10 വീട്ടിൽ ലോഡില്ല. അതായത് മൊത്തം ലോഡ് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഓവർ വോൾട്ടേജ് വന്നിട്ട് ട്രിപ്പ് ആവാൻ ചാൻസ് ഉണ്ടോ?
ഇപ്പൊ ഒരു അങ്ങനെ നിർബന്ധമില്ല അതിന്റെ പേരിൽ ഡ്രിപ്പ് ആവണമെന്ന്. അൺബാലൻസ്ഡ് ആണെങ്കിൽ ചിലപ്പം ഓവർ വോൾട്ടേജ് കൊണ്ട് സിംഗിൾ ഫേസ് സിസ്റ്റംസിൽ ഡ്രിപ്പ് ആവും. ഇപ്പൊ ഈ പറഞ്ഞ വെച്ചിരിക്കുന്നത് എല്ലാം 3 ഫേസ് സിസ്റ്റംസ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം ഒരു 100 kVA ട്രാൻസ്ഫോമറിൽ നമുക്കൊരു 50 കിലോവാട്ടിന്റെ ഒരു സോളാർ വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ആ ട്രാൻസ്ഫോമറിൽ ലോഡ് ഒട്ടും ഇല്ലാത്ത സമയത്ത് ഈ 50 കിലോവാട്ട് സിസ്റ്റം 40 കിലോവാട്ട് പ്രൊഡ്യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ട്രിപ്പ് ആകത്തൊന്നുമില്ല. ലൈൻ ഇമ്പിഡൻസും കാര്യങ്ങളും പാരാമീറ്റേഴ്സും എല്ലാം ഓക്കെ ആണെങ്കിൽ അത് ട്രാൻസ്ഫോമറിലൂടെ സ്റ്റെപ്പ് ആയി 11 kV ഫീഡ് ആയിക്കോളും ഈ പവർ. HDയിലേക്ക് പോകും. അപ്പൊ വോൾട്ടേജ് വേരിയേഷൻ കാണിക്കത്തില്ല അല്ലേ? ഇല്ല, HD ടിൻസ് മാത്യു സാറേ, ഇതിനകത്ത് ഒരു ആഡിങ് വരാനുണ്ട്. റീസൺ എന്നാണെന്ന് പറഞ്ഞാൽ മാത്യു സാറേ, ഈ ചോദിച്ച ഈ ഒരു കാര്യത്തിന് ഇപ്പൊ നേരത്തെ ടിൻസാറ് പറഞ്ഞ മാതിരി നമ്മള് ഫീഡറിലോട്ട് ഇൻവെർട്ടർ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒരു ഗ്രിഡില് മാത്യു സാർ ചോദിച്ച മാതിരി 10, 40, 50 കണക്ഷൻ വരുമ്പോൾ ഇപ്പം എറണാകുളത്ത് ഒരു ഫ്രീക്വന്റ് പ്രോബ്ലം ആണ്. 264 നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ അത് ഓഫായി പോവാണ് ഡേ ടൈമിൽ. എന്നിട്ട് ഇവരിപ്പം സാധാരണ ചെയ്യുന്ന KSEBിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ട്രാൻസ്ഫോമറിന്റെ ടാപ്പ് ലോവറിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അങ്ങനെയാണ് ഡേ ടൈമിൽ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് വേറൊരു പ്രോബ്ലം വരും. നൈറ്റ് ടൈമിന് ലോഡ് കൂടുന്ന സമയത്ത് അത് വോൾട്ടേജ് ഡിപ്പ് ആവാനായിട്ടും സാധ്യതയുണ്ട്. അന്നേരം ഇതില് കണ്ടിരിക്കുന്ന ഒരു അനാലൈസിങ് ഇതിനകത്ത് വന്നിരുന്ന ഇതാണ്, ഡേ ടൈമിൽ കൂടുതൽ ലോഡ് ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ മാതിരിയുള്ള സിങ്ക്രണൈസിങ് ടൈമില് ഇപ്പം മറ്റേ വോൾട്ടേജ് കൂടുന്ന മാത്രമല്ല, കാര്യം ടോട്ടലി ഇലക്ട്രോണിക്സ് ആയത് കാരണം ഫ്രീക്വൻസിയും ഹൈ ആവുന്നുണ്ട്, ഫ്രീക്വൻസി കൂടുന്നുണ്ട്, ഹാർമോണിക്സ് ഇതിൻ്റെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അന്നേരം ഒരു ടോട്ടൽ നമ്മളൊരു സപ്പോസ് ഒരു 500 കിലോവാട്ടോ അല്ലെങ്കിൽ ഒരു മെഗാവാട്ടോ എന്നുള്ള ഒരു രീതിയിൽ ഒരു മൊത്തം ഗ്രിഡിൽ കംപ്ലീറ്റ് കിടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി വോൾട്ടേജ് വളരെ ഹൈക്കാവും. അത് കൂടാതെ നമ്മൾ സാധാരണ വീടുകളിൽ ഇത് പ്രോബ്ലം ഉണ്ടാക്കുകയും ചെയ്യും സോളാർ ഇല്ലാത്തവർക്ക്. എന്ന് വെച്ചാൽ ഒരു ഹൈ വോൾട്ടേജിൽ നമ്മളുടെ എക്യുപ്മെന്റ്സ് ഇത് ലോഡ് ചെയ്യുന്ന ഒരു സംഭവം ഡേ ടൈമിനും ഉണ്ടാവും. അന്നേരം ഇത് കണ്ടുവരുന്ന ഒരു ഫിനോമിനയാണ്. അന്നേരം അതിൽ അഡ്രസ് ചെയ്യേണ്ടതുമാണ്. ഓക്കെ, അടുത്ത ചോദ്യങ്ങൾ. എൻ്റെ പേര് കുര്യന്. ഞാനിപ്പോൾ ഒരു സിംഗിൾ 3 ഫേസ് 5 കിലോവാട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതിൽ സിംഗിൾ സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡബിൾ സ്ട്രിങ് ആക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? അതുപോലെ ഒരു ബിഗിനർ ഡൗട്ട് ചോദിക്കുന്നത്, ഈ പകൽ സമയത്ത് KSEB ലൈൻ ഇല്ലാത്ത സമയത്ത് ഈ എൻ്റെ പ്രൊഡ്യൂസ് എനിക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ 2 ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞാൽ. ഓക്കെ സാറേ, രണ്ടാമത് ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഫസ്റ്റ് റിപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പവർ ജനറേറ്റ് ചെയ്തതിനു ശേഷം അതൊരു സിംഗിൾ പോയിന്റിൽ വന്ന് ലൈക്ക് നമ്മളുടെ വീട്ടിലെ ലോഡ്, അതുപോലെ സോളാറിൽ നിന്നുള്ള കണക്ഷൻ, അതുപോലെ KSEB എന്നുള്ള കണക്ഷൻ, ഇത് T പോലെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ വീട്, കാര്യം കറണ്ട് എപ്പോഴും ഫസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുക. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ലോഡ് തന്നെയാണ്. ഇപ്പോൾ ഒരു മിത്തായ ധാരണയുണ്ട്, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എല്ലാം KSEBിലേക്ക് പോവാന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ലൈക്ക് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഉള്ള പവർ മാത്രമേ KSEBിലേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ എനർജി മീറ്ററും അതുപോലെ നമ്മുടെ നെറ്റ് മീറ്ററും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ സാർ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായാലും സാർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അത് ഞാനിപ്പോൾ 5 കിലോവാട്ട് 3 ഫേസ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതിൽ സിംഗിൾ സ്ട്രിങ് ആയിട്ടാണ് ഇൻവെർട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഡബിൾ ആക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഡബിൾ ആക്കുന്ന കൊണ്ട് നമുക്ക് ഡബിൾ സ്ട്രിങ് ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് സിംഗിൾ സ്ട്രിങ് ആക്കുന്ന സമയത്ത് DC-യുടെ വോൾട്ടേജ് അങ്ങ് കൂടുവാണ്. ഒരു നോർമൽ MPPT നമുക്കൊരു 550 റേഞ്ച് വരെ ഇൻപുട്ട് കൊടുക്കാമെങ്കിലും ഇത് ഡ്യുവൽ MPPT ഉള്ള ഇൻവെർട്ടർ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഒരേ ലേ ഔട്ടിൽ പാനൽ ഇരിക്കുന്ന ഏരിയയിലും, അല്ലെങ്കിൽ ഇപ്പോൾ താഴെ ഒരു സെറ്റിൽ, ലൈക്ക് ഇപ്പോൾ നമുക്കൊരു 13 പാനൽ ഉണ്ടെന്ന് വിചാരിക്കാം. ആ 13 പാനൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്
അല്ല സോറി, ഒറ്റ കോംബോ ആയിട്ടാണ് നമ്മളൊരു സ്ട്രിങ്ങിലേക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അത്രയും DC വോൾട്ടേജ് അവിടെ ഹൈ ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഒബ്ജക്റ്റോ കാര്യങ്ങളും പാനലിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മളുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാനലിൽ വീണാൽ പോലും നമ്മളുടെ എൻ്റെ സ്ട്രിങ്ങിനെ അത് അഫക്ട് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ അത് 2 സ്ട്രിങ് ആക്കുന്ന വഴി നമുക്ക് അവിടെയുള്ള റിസ്ക് വീണ്ടും ഒന്ന് കുറയുവാണ്. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡ് ആയാലും ബെഡ് ഡ്രോപ്പിംഗ് ആയാലും അല്ലെങ്കിൽ ഒരു ട്രീ ഷെയ്ഡ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നോർമലി 2 ഇപ്പോഴത്തെ നമ്മുടെ എറണാകുളത്തെയും അതുപോലെ പല സ്ഥലങ്ങളിലേക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളിലും ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ട്രൂ സൗത്ത് കിട്ടണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈസ്റ്റിലേക്ക് പോകേണ്ടി വരും. ടിൻസ് പറഞ്ഞ പോലെ ഈസ്റ്റോ അല്ലെങ്കിൽ വെസ്റ്റിലേക്കോ പാനൽ മൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു സ്ട്രിങ് ഈസ്റ്റിലേക്കും അതുപോലെ ഒരു സ്ട്രിങ് നമുക്ക് വെസ്റ്റിലേക്കും വെച്ചിട്ട് ഈ ഡബിൾ സ്ട്രിങ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഒറ്റ സിംഗിൾ സ്ട്രിങ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ ആണ് സാർ ഞാൻ പറഞ്ഞത്? സാർ ഒരു ചോദ്യം ഈ കണക്റ്റഡ് ആയിട്ട് ഒന്ന് ചോദിക്കാനാണ്. ഇപ്പൊ ചോദിച്ച പാനലിനെ പറ്റി 13 പാനൽ എന്ന് പറഞ്ഞില്ല സാർ, അതിന് 6 പാനലും 7 പാനലും വെച്ച് നമുക്ക് 2 സ്ട്രിങ്ങിൽ അങ്ങനെ കൊടുക്കാവുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു സ്ട്രിങ്ങിൽ 6 ഒരു മറ്റു ഇല്ല, കൊടുക്കാൻ പറ്റും. ഡ്യുവൽ MPPT ഉള്ള ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു നോർമലി ഒരു MPPT റേഞ്ച് വരുന്നത് 82, ഒരു പ്രീമിയം ബ്രാൻഡിന്റെ പ്രീമിയം ബ്രാൻഡ് നല്ല ഒരു L2 നിൽക്കുന്ന ബ്രാൻഡുകളിലേക്ക് ആണെങ്കിൽ ഒരു 80 മുതൽ സ്റ്റാർട്ടിംഗ് വോൾട്ടേജ് ഉള്ളതാണ്. 80 മുതൽ 550 വോൾട്ട് വരെ എടുക്കുന്നത്. അതുകൊണ്ട് അത് ഒരു ചലഞ്ച് ആവില്ല. 2 MPPT ആണെങ്കിലാണ് കേട്ടോ. 1 MPPT-യിലേക്കാണെങ്കിൽ സ്ട്രിങ്ങിലെ പാനലുകളുടെ എണ്ണം ഈക്വൽ ആയിരിക്കണേ. അതെ, ഡ്യുവൽ സ്ട്രിങ് ആയിരിക്കണം MPPT. ഓക്കെ, താങ്ക് യു. ഡ്യുവൽ സ്ട്രിങ് ആയിരിക്കണം അത് നോക്കുക. സെക്കൻഡ്ലി സാറിന്റെ MPPT വോൾട്ടേജ് റേഞ്ചും കൂടി നോക്കുക. ഇപ്പൊ ചിലപ്പോ 550-യുടെ പാനലൊക്കെ ആണെങ്കിൽ അതിന് വോൾട്ടേജ് കുറവായിരിക്കും, VMP. ഓക്കെ, അപ്പൊ സാറിന്റെ സ്റ്റാർട്ടർ വോൾട്ടേജ് ചിലപ്പോ റീച്ച് ആവാണ്ട് വരും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജസ് ചിലപ്പോ ആവാണ്ട് വരും. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് സാറ് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാർട്ടർ വോൾട്ടേജ് എത്താണ്ട് അല്ലെങ്കിൽ MPPT റേഞ്ചിൽ നിൽക്കാണ്ട് വരും വോൾട്ടേജ്, പാനലിന്റെ വോൾട്ടേജ്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഇടയ്ക്ക് ബാക്കപ്പിന്റെ കാര്യം ആരാണ്ട് ചോദിച്ചായിരുന്നു. നമുക്ക് ബാക്കപ്പ് ഓൺ ഗ്രിഡിൽ ഡയറക്ട്ലി ബാക്കപ്പ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഒന്നെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻവേർട്ടറും ബാറ്ററിയും വീട്ടിൽ വെച്ച് ബാക്കപ്പിനുള്ള സിസ്റ്റം ഉപയോഗിക്കണം. പിന്നെ വീട്ടിലോട്ട് കറണ്ട് ഇല്ലാത്തപ്പോൾ, KCB കറണ്ട് ഇല്ലാത്തപ്പോൾ ഓൺ ഗ്രിഡിൽ നിന്ന് വീട്ടിലോട്ട് നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആന്റി ഐലൻഡിങ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇൻവേർട്ടറിനുണ്ട്. ഗ്രിഡില് വോൾട്ടേജ് പോയാൽ അല്ല അതിന്റെ ആ ലിമിറ്റിന് താഴെ പോയാൽ, കറണ്ട് പോയാൽ ഗ്രിഡ് ഇൻവേർട്ടർ ആ സെക്കൻഡിൽ തന്നെ ഷട്ട് ഡൗൺ ആവും, ജനറേഷൻ നടക്കില്ല. ഒരു സംശയം ചോദിക്കാനായിരുന്നേ. അതെ, ഒരു 5 കിലോവാട്ട് സിംഗിൾ ഫേസ് ഇൻവെർട്ടർ വെക്കാനാണ്. പക്ഷെ വീട്ടിലെ കണക്ഷൻ 3 ഫേസ് ആണ്. അപ്പൊ നമുക്ക് 5 കിലോവാട്ട് സിംഗിൾ ഫേസ് വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ്. അപ്പൊ ചില KCB-യില് ഏമാര് പറഞ്ഞു അവിടെ 3 ഫേസിന്റെ ഇൻവെർട്ടർ തന്നെ വെക്കണമെന്ന് നിർബന്ധം പഠിക്കേണ്ടത്. എന്തെങ്കിലും പറയാൻ പറ്റുമോ അതിനെ കുറിച്ച്? അതിനകത്തെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡും സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഞാൻ പേഴ്സണലി പറഞ്ഞാൽ മാക്സിമം 5 കിലോവാട്ട് 3 ഫേസ് തന്നെ വെക്കുന്നതാണ് സേഫ്. പക്ഷെ എക്കണോമിക്കലി നമുക്കൊരു 5 കിലോവാട്ട് സിംഗിൾ ഫേസും 3 ഫേസും തമ്മിൽ ഒരു 10,000-40,000 രൂപ നമുക്ക് ഇൻസ്റ്റാളർക്ക് കൂടുതൽ കോസ്റ്റ് വരുന്നുണ്ട്. ആ കോസ്റ്റ് നമ്മൾ എന്തായാലും കസ്റ്റമറുടെ നിന്ന് മേടിക്കേണ്ടി വരും. പക്ഷെ അവിടെ നിയമപരമായിട്ട് നിലവില് 5 കിലോവാട്ട് വരെ സിംഗിൾ ഫേസ് ചെയ്യാവുന്നതാണ് KCB പറഞ്ഞിരിക്കുന്നത്. ഒരു 99% കേരളത്തിലെ KCB-കളും അത് സമ്മതിക്കുന്നുമുണ്ട്. എന്നാൽ സ്ഥിരമായിട്ട് ഈ സിംഗിൾ ഫേസ് 5 കിലോവാട്ട് സിസ്റ്റത്തിന് വോൾട്ടേജ് പ്രശ്നവും ഇഷ്യൂസും മുമ്പേ സാറ് പറഞ്ഞ എറണാകുളത്തൊക്കെ ഉണ്ടെന്ന്, അങ്ങനെയൊക്കെ ഉണ്ടായി അനുഭവിച്ച ചില സെക്ഷനുകൾ നിർബന്ധം പിടിക്കാറുണ്ട്. 5 കിലോവാട്ടാണ് 3 ഫേസ് ഇൻവേർട്ടർ വെക്കണമെന്ന് ചില സെക്ഷൻസ് അങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ കാരണം ഇതാണ്, 5 കിലോവാട്ട് നമുക്ക് നല്ല ജനറേഷൻ നടക്കുന്ന സമയത്ത് ലൈനിൽ ലോഡ് ഇല്ലാതെ വരുമ്പോൾ വോൾട്ടേജ് റേസ് ആയി ട്രിപ്പിങ്ങിന്റെ ഇഷ്യൂ ചിലയിടത്ത് കൂടുതലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വോൾട്ടേജ് റേസ് ആയി ട്രിപ്പ് ആകുന്ന ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് പരിഹാരം ഒന്നുമില്ല. 3 ഫേസ് മാറി മാറി വെച്ച് നോക്കിയിട്ടും ലൈൻ ഇമ്പിഡൻസും കറക്റ്റ് ചെയ്തിട്ട് ഇത് ശരിയായില്ലെങ്കിൽ
പിന്നെ നമ്മൾ അന്നേരം പിന്നെ ഈ വെച്ച ഇൻവെർട്ടർ തിരിച്ചെടുത്ത് 3 ഫേസ് ഇൻവെർട്ടർ വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സിംഗിൾ ഫേസ് നമുക്ക് ചെയ്യാം. ഒരു 75-80% സ്ഥലങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ 3 ഫേസ് ഉള്ളിടത്ത് ഈ പറഞ്ഞതുപോലെ ചിലയിടത്ത് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. ഹലോ, ഞാൻ ഒരു സംശയം ചോദിക്കാനാണ്. ഈ KSEB-യിൽ സെലക്ടർ സ്വിച്ച് വെക്കാൻ പാടില്ല എന്നൊരു പുതിയ നിയമം വന്നിട്ടുണ്ടെന്ന് ഒരു ക്ലാസ്സിൽ കണ്ടു. അപ്പൊ അവര് പറയണത് എന്താ വെച്ചാൽ 3 ഫേസ് നിങ്ങൾ മാറ്റി കൊടുക്കാൻ പാടില്ല. ഒരു ഫേസ് പോയാൽ അടുത്ത ഫേസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമല്ലോ സെലക്ടർ സ്വിച്ച് വെച്ചിട്ട്. ആ ഓപ്ഷൻ ഇനി പാടില്ല. 3 ഫേസിലേക്ക് 3 ഫേസ് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. സെലക്ടർ സ്വിച്ച് വെക്കാൻ പാടില്ല എന്നുള്ളൊരു ഇത് വരാൻ പോണെന്ന് കേട്ടു. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവർ പറഞ്ഞത് എല്ലാവരും ഒരേ ഫേസിലേക്ക് ഇത് ഇടുമ്പോൾ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന വോൾട്ടേജും ഇതും കൂടി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ ഒരേ ഭാഗത്ത് തന്നെ എല്ലാ ഓൺ ഗേറ്റ് ഇൻവെർട്ടറും ഒരേ ഫേസ് കൂടെ കയറി പോകും. നമ്മുടെ ലൈൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അതിലേക്ക് മാറ്റിയിടും. അപ്പൊ ആ ഫേസ് സെലക്ടർ വെച്ചിട്ട് കണക്ഷൻ കൊടുക്കാൻ പാടില്ല എന്നങ്ങനെ ഒരു ഇത് കേട്ടു. അത് ശരിയാണെന്ന് എനിക്ക് ശരിയാ. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അങ്ങനെ കേട്ടു. അത് അതിനെപ്പറ്റി എന്തെങ്കിലും മതി. സെലക്ടർ സ്വിച്ച് ഇല്ലേ നമ്മൾ 3 ഫേസിന്റെ, അത് വെക്കരുത് എന്ന് പറയുന്നു. KSEB അത് പണ്ട് ശരിയല്ല എന്നാണ് അവർ പറയണത്. 3 ഫേസ് ഒരു ഫേസ് പോയി അടുത്ത ഫേസിലേക്ക് മാറ്റിയിടുന്ന ആ ഒരു ഓപ്ഷൻ ശരിയല്ല. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ലോഡ് കൂടുന്നു. കാരണം നമ്മൾ വീട് കണക്കാക്കുന്ന ടോട്ടൽ ലോഡ് കണക്കാക്കിയിട്ടാണ് 3 ഫേസ് കൊടുക്കുന്നത്. അപ്പൊ ഈ ടോട്ടൽ ലോഡ് ഒറ്റ ഫേസിലേക്ക് കയറി പോവാണ്. മറ്റേ 2 ഫേസ് സാറേ മനസ്സിലായി പറഞ്ഞത്. അങ്ങനെ നിയമം വന്നു എന്നൊന്നും അങ്ങനെ കേട്ടില്ല. അറിയാൻ മേല, അത് വന്നു കഴിയുമ്പോൾ അറിയാം അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതൊരു നിലവിലെ ഒരു വലിയ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു സംശയമായിട്ട് പറയാൻ മാത്രം ഇല്ല അത്. കാരണം അങ്ങനെ ഒരു റൂളായിട്ട് നിലവിൽ വന്നിട്ടില്ല. പിന്നെ മാത്രമല്ല ഒരു 95% അല്ലെ 99% കേസിലും കറണ്ട് പോകുമ്പോൾ 3 ഫേസ് കൂടെ ഒരുമിച്ചായിരിക്കും പോകുന്നത്. വളരെ റെയർ ആയിട്ടുള്ള സമയം മാത്രമാണ് ഒരു ഫേസ് മാത്രമായിട്ട് പോകുന്നത്. അന്നേരം തന്നെ നോക്കിയിരുന്ന് പോയി ഒരു സെലക്ടർ തിരിച്ചിട്ട് കറണ്ടുള്ള ഫേസിലോട്ട് ആക്കുക എന്നൊന്നും പറഞ്ഞാൽ അത്ര എളുപ്പവും പ്രാക്ടിക്കലും ഒന്നും അല്ല. ഒരു ഡൗട്ട് ചോദിക്കട്ടെ സാർ? ഓൺലൈൻ ഓൺ ഗ്രിഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. നമ്മളിപ്പോ ആന്റി അലൈനിങ് കറണ്ട് പോയ സമയത്ത് അത് കട്ടാവുമല്ലോ ഓൺ ഗ്രിഡ്. ആ സമയത്ത് നമുക്ക് ആ പാനൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഓഫ് ഗ്രിഡ് ആക്കിയിട്ട്? അതിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നിയമവശമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, പ്രശ്നമുണ്ടോ? നിയമപരമായിട്ടും പ്രശ്നമുണ്ട്. കാരണം നമ്മള് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു സിംഗിൾ ലൈൻ ഡ്രോയിങ് ഉൾപ്പെടെ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ട് സൈൻ ചെയ്ത് സർട്ടിഫൈ ചെയ്താണ് നമ്മൾ സെക്ഷനിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ പറയുന്ന അനുസരിച്ചുള്ള ഡ്രോയിങ്ങും കാര്യങ്ങളും ആയിരിക്കണം. അപ്പൊ നമ്മൾ നിയമപരമായിട്ട് ഒരു ഓഫ് ഗ്രിഡ് പാനലും കൂടെ അതിനകത്ത് ഇടയ്ക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ സൈൻ ചെയ്ത് കൊടുക്കുന്ന ലെറ്ററിൽ ഇത് ഓഫ് ഗ്രിഡിന്റെ ലൈനും അതിന്റെ ബാറ്ററിയും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കാണിച്ചു വേണ്ടേ സബ്മിറ്റ് ചെയ്യാൻ. അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ അവർ അത് അപ്രൂവ് ചെയ്യില്ല, അതിന്റെ കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട്. അപ്പം നിയമപരമായിട്ട് അത് പ്രാക്ടിക്കൽ അല്ല. താങ്ക് യു സർ. നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. സാർ അതൊന്ന് പറയുവാണെങ്കിൽ. ചോദ്യം എനിക്ക് മനസ്സിലായില്ല. ഇസ് ഇറ്റ് മാൻഡേറ്ററി ടു കണക്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം ടു ദ സപ്ലൈഡ് മോഡ്? അതായത് 3 ഫേസ് ആണെങ്കിൽ ഓൺ ഗ്രിഡ് 3 ഫേസ് തന്നെ വെക്കണോ എന്നാണോ ചോദിച്ചിരിക്കുന്നത്? അതാണെന്ന് തോന്നുന്നു. അങ്ങനെ നിർബന്ധമല്ല. ഇപ്പൊ 3 ഫേസ് ഉള്ള വീട്ടിൽ നമുക്ക് 3 കിലോവാട്ടോ 2 കിലോവാട്ടോ ചെയ്യുന്നെങ്കിൽ സിംഗിൾ ഫേസ് ചെയ്യാം. 5 കിലോവാട്ട് ആണെങ്കിലും ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നല്ലോ 5 കിലോവാട്ടിന്റെ കേസ് 5 ആണെങ്കിലും സിംഗിൾ ഫേസ് ചെയ്യാം. വളരെ റെയർ ആയിട്ട് ചിലയിടത്ത് 5 ആണെങ്കിൽ നിർബന്ധിക്കുന്നുണ്ട് KSEB. അങ്ങനെ പറ്റില്ലെന്ന്. എറണാകുളം സർക്കിളിൽ കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട് സിംഗിൾ ഫേസിൽ 5 കിലോവാട്ട് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫീസിബിലിറ്റി എടുക്കുമ്പോഴേ അവർ കമ്പൽസറി ആയിട്ട് ഇപ്പൊ പറയുന്നുണ്ട്. അത് മിക്കവാറും ഈ ഒരു പ്രശ്ന ഇഷ്യൂ എല്ലായിടത്തും റേസ് ആയി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ താമസം ഇല്ലാതെ അത് കോമൺ ആവാനും സാധ്യതയുണ്ട് 5 കിലോവാട്ട് 3 ഫേസ് ആക്കാൻ. കാരണം അത്ര ഇഷ്യൂസ് നമ്മുടെ തന്നെ പല സൈറ്റുകൾക്കും അങ്ങനെ നേരത്തെ ചില ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈൻ മാറ്റി കൊടുത്തും ഒക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ അത് എണ്ണം കൂടുന്തോറും അതിനെയും പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
ഇടയ്ക്ക് ആരാണ്ട് സൗര സബ്സിഡിയെ പറ്റി ചോദിച്ചായിരുന്നു. അത് എംപാനൽഡ് ആയിട്ടുള്ള വെൻഡേഴ്സ് വഴി ചെയ്താൽ മാത്രമാണ് കസ്റ്റമർക്ക് സബ്സിഡി കിട്ടുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പുതിയൊരു സ്കീം പറയുന്നുണ്ട്. എല്ലാവർക്കും സബ്സിഡി പ്രൊജക്റ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് വെച്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടുതൽ മാർഗരേഖകൾ വന്നിട്ടില്ല. അത് അതിനുവേണ്ടി അവരൊരു പോർട്ടൽ തുടങ്ങി ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. നിലവിൽ നമുക്ക് ചെയ്ത സിസ്റ്റംസിന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പുതിയതായി ചെയ്ത് അപ്രൂവൽ കിട്ടുന്ന കേസുകൾക്കാണ് അത് കിട്ടുന്നത്. നിലവിലെ റെസിഡൻഷ്യൽ പ്രോജക്ട്സ് സബ്സിഡി KSEB എംപാനൽഡ് വെൻഡേഴ്സ് ഒരു 33-35 പേരുണ്ട്. അതിലൂടെ ചെയ്യുന്നവർക്ക് മാത്രമാണ് സബ്സിഡി കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒരു സംശയം, നമ്മളെ KSEBിന്റെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സിലെ അത് സാർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് ഒന്നുകൂടെ ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് KSEBിയുടെ ആ ഓൺ ഗ്രിഡ് സർക്കുലറിന്റെ അനുബന്ധങ്ങളുണ്ടല്ലോ, അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അനുബന്ധം 1 ഫീസിബിലിറ്റി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സെക്ഷനിൽ കസ്റ്റമർ ഒപ്പിട്ട് എനിക്ക് ഉദാഹരണം 5 കിലോവാട്ട് ചെയ്യണം അല്ലെ 10 കിലോവാട്ട് ചെയ്യണം, എത്രയാണെന്ന് വെച്ചാൽ ആ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവര് ആ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിയും ആ ഏരിയയിലെ സോളാറിന്റെ എണ്ണവും ഒക്കെ നോക്കി ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ 75% വരെ മാത്രമാണ് സോളാറിന്റെ ഫീസിബിലിറ്റി കൊടുക്കുന്നത്. ചില കേസുകളിൽ ഡേ ടൈമിൽ ലോഡും ഒക്കെ അവർ നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഫീസിബിലിറ്റി നമുക്ക് ഓക്കെ ആണെങ്കിൽ തരുന്നു. ഫീസിബിലിറ്റി കിട്ടിയതിന് ശേഷം നമ്മൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. അതുപോലെ അതിന്റെ കൂടെ പ്ലാന്റ് രജിസ്ട്രേഷനും. സാധാരണഗതിയിൽ ചെറിയ പ്രൊജക്റ്റുകൾക്ക് ഇൻസ്റ്റലേഷൻ തീർന്നിട്ട് നമ്മൾ വെച്ച മുഴുവൻ കമ്പോണന്റിന്റെ ഡേറ്റ ഷീറ്റും IEC സർട്ടിഫിക്കറ്റ്സും ടെസ്റ്റിങ്ങിനുള്ള പേപ്പറും മീറ്ററിനുള്ള റിക്വസ്റ്റും നെറ്റ് മീറ്ററിനുള്ള റിക്വസ്റ്റും എല്ലാം, അതുപോലെ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കേഷനും ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കി നമ്മൾ സെക്ഷനിൽ സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് 1 കിലോവാട്ടിന് 1000 രൂപ പ്ലസ് ടാക്സ് 1180 രൂപ വീതം നമ്മൾ അടയ്ക്കുന്നു. അടച്ച് ആ ഫയല് അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് അവര് സെക്ഷൻകാർ അവിടുന്ന് സബ് ഡിവിഷനിലോട്ട് അയക്കും. സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്യും. സബ് ഡിവിഷനിൽ നിന്ന് ഡിവിഷനിലോട്ട് അയക്കും. ഡിവിഷനിൽ നിന്ന് ഈ പവർ ക്വാളിറ്റി ടെസ്റ്റിംഗ് ടീമിനയക്കും. അതാത് ഏരിയയിലെ ടെസ്റ്റിംഗ് ടീമിനയക്കും. ടെസ്റ്റിംഗ് ടീം വന്ന് സൈറ്റിൽ സോളാറിന്റെ പാരാമീറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് വാല്യൂസ് ഓക്കെ ആണെങ്കിൽ അവർ റിപ്പോർട്ട് സെക്ഷനിലോട്ട് അയക്കും. ആ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരുന്നു നേരത്തെ നെറ്റ് മീറ്റർ റിക്വസ്റ്റ് തിരുവനന്തപുരം റീസിലോട്ട് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പം 2 വ്യത്യാസം വന്നിരിക്കുന്നത്, ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവർ അപ്രൂവ് ചെയ്ത ഇൻവെർട്ടേഴ്സ് ആണെങ്കിൽ മീറ്റർ റിക്വസ്റ്റ് അയക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ചേഞ്ച്, തിരുവനന്തപുരം റീസിലോട്ടല്ല ഇപ്പം മീറ്റർ റിക്വസ്റ്റ്, അതാത് സർക്കിൾ ഓഫീസുകളിലേക്കാണ് മീറ്റർ അലോക്കേഷന്റെ റിക്വസ്റ്റ് പോകുന്നത്. അതാത് സർക്കിൾ ഓഫീസുകളിൽ നിന്ന് നമ്മുടെ അടുത്ത KSEBിയുടെ സ്റ്റോർ എവിടെയാണോ അവിടെ മീറ്റർ അവൈലബിൾ ആയിട്ടുള്ളിടത്തോട്ട് അലോക്കേഷൻ വരും മീറ്ററിന്റെ. അവിടുന്ന് സെക്ഷൻ ഓഫീസിൽ നിന്നുള്ള ആളുകൾ പോയി മീറ്റർ എടുക്കും. ചില സെക്ഷൻകാര് സമയമില്ലെങ്കിൽ നമ്മൾ പോയി മീറ്റർ എടുക്കാൻ പറയും. നമ്മുടെ പേരിൽ ലെറ്റർ തരും. സോളാർ കമ്പനിയുടെ സ്റ്റാഫിനെ കൊണ്ട് ചിലപ്പോൾ മീറ്റർ എടുപ്പിക്കും. എന്നിട്ട് ആ മീറ്റർ അവര് സൈറ്റിൽ കൊണ്ടുവന്ന് മാറി വെക്കുന്നതിന് മുമ്പ് നെറ്റ് മീറ്റർ എഗ്രിമെന്റ് ഉണ്ട് 200 രൂപ മുദ്രപത്രത്തിൽ. അത് കസ്റ്റമർ സൈൻ ചെയ്ത് KSEB സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ നെറ്റ് മീറ്റർ എഗ്രിമെന്റ് പ്രകാരം അവര് നെറ്റ് മീറ്റർ വെച്ച് അന്ന് മുതൽ നമുക്ക് സോളാർ ഓൺ ആക്കി വർക്ക് ചെയ്യാം. ഇനി 10 കിലോവാട്ടിന് മുകളിലുള്ള സിസ്റ്റം ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഏകദേശം ഇതുപോലുള്ള കുറച്ച് പ്രൊസീജിയറുകൾ കൂടി ഉണ്ട്. അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ KSEBിയുടെ പ്രൊസീജിയറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ KSEBിയുടെ അഗ്രിമെന്റ് വെക്കുമ്പോൾ ആ സ്റ്റാൻഡേർഡ് ക്ലോസിൽ 500 യൂണിറ്റിൽ അബവ് ആണെങ്കിൽ വീലിംഗ് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്ത് ആ ഫോം തന്നെയാണ് ഇപ്പോഴും സബ്മിറ്റ് ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ? അത് ആക്ച്വലി ഫോം സെയിം ഫോർമാറ്റ് അതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ പഴയതിലും അതിൽ കുറച്ച് അയവ് വന്നിട്ടുണ്ട്. നേരത്തെ ചില സെക്ഷൻസ് ഒക്കെ ഇൻസ്റ്റലേഷനും കമ്മീഷനിങ്ങും കഴിഞ്ഞ് 1 മാസം 500 യൂണിറ്റ് എക്സസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ വീലിംഗ് പ്രോസസ്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പലയിടത്തും വീലിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കമ്മീഷനിങ് കഴിയുമ്പോൾ തന്നെ അത് 500 യൂണിറ്റിൽ കുറവാണെങ്കിലും വീല് ചെയ്യാനുള്ള പ്രൊസീജിയർ ഒരുമാനത്തിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ പലയിടത്തും. സർ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഓക്കെ, ഇപ്പൊ ഹൈബ്രിഡ് സിസ്റ്റം KSEB അപ്രൂവ് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? അല്ല, ഇപ്പൊ ഹൈബ്രിഡ് ആയിരിക്കും. ഇപ്പൊ അതായത് നമ്മളിപ്പോ
ഇപ്പോൾ കസ്റ്റമർക്ക് ഇപ്പോൾ 24 hours അല്ലെങ്കിൽ 7 days a week 365 days ഇതിൽ അവർക്ക് സപ്ലൈ വേണമെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് ആയിരിക്കുമോ റിലയബിൾ, അല്ലെങ്കിൽ നമ്മൾ ഓൺ ഗ്രിഡും ഒരു ഓഫ് ഗ്രിഡും കൂടി കമ്പൈൻ ചെയ്തായിരിക്കുമോ? വിച്ച് വൺ ഈസ് ബെറ്റർ? അത് ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് സൈറ്റ് കണ്ടീഷനും പല ഫാക്ടേഴ്സും അഫക്ട് ചെയ്തിരിക്കും. ഇതിനനുസരിച്ച് പലതിനും അതിൻ്റെതായ രീതിയിൽ ഗുണവും ദോഷമുണ്ട്. ഉദാഹരണം, ഒരു ഹയർ ലോഡ്സിന് ബാക്കപ്പ് വേണ്ട കസ്റ്റമർ ആണെങ്കിൽ, ഉദാഹരണം എനിക്ക് വീട്ടിൽ 4 AC-ക്കും എപ്പോൾ കറണ്ട് പോയാലും ബാക്കപ്പ് വേണം, എൻ്റെ മൈക്രോവേവ് ഉൾപ്പെടെ ഫുൾ ലോഡ് വർക്ക് ചെയ്യണം, എന്നാൽ വീട്ടിലെ ലോഡ് 10, 20, 25 കിലോവാട്ടും ഒക്കെ ഉള്ള അങ്ങനത്തെ ഒക്കെ ലോഡും ഉണ്ട്, ഫുൾ ബാക്കപ്പ് വേണ്ട കേസുകൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള ജനറേറ്ററാണ് ബാക്കപ്പിന് വേണ്ടി പറയാറുള്ളത്. ഇനി വളരെ ലിമിറ്റഡ് ലോഡ്സിന് ബാക്കപ്പ് മതി, ലൈറ്റും ഫാനും കറണ്ട് പോയാൽ കിട്ടണം എന്ന് നിർബന്ധമുള്ള കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് ഒരു ബാറ്ററിയോ 2 ബാറ്ററിയോ വെച്ചാൽ ഇൻവേർട്ടറും ബാറ്ററിയും കൊടുത്താൽ മതിയായിരിക്കും. എന്നാല് പവർ ഫെയിലിയർ വളരെ ഫ്രീക്വന്റ് ആണ്. അത്യാവശ്യം ന്യായമായ രീതിയിൽ ബാക്കപ്പ് ഒക്കെ വേണമെന്നുള്ള കേസുകൾക്കാണെങ്കിൽ നമുക്ക് ഇനി അതുപോലെ തന്നെ കറണ്ട് പോയാൽ കൂടുതൽ സമയം വരാനും എടുക്കുന്ന ഏരിയാസും ഒക്കെ ആണെങ്കിൽ ഹൈബ്രിഡ് ആയിരിക്കും നല്ലത്. അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷനും ഒരു മിക്സിങ്ങും ആണ്. നമുക്ക് അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടൊരു ഇത് കമന്റ് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ കസ്റ്റമറുടെ റിക്വയർമെന്റും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കി നമുക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. സൈറ്റ് കണ്ടീഷൻ, കസ്റ്റമറുടെ ബഡ്ജറ്റ്, കസ്റ്റമറുടെ റിക്വയർമെന്റ്, ഇതെല്ലാം കൂടെ നോക്കി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഒന്നുകൂടെ അപ്പൊ എങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡ് കൂടി കമ്പൈൻ ചെയ്ത് ചെയ്യുവാകുമ്പോഴേക്കും നമുക്ക് KSEB ഇൻഫോം ചെയ്യണം ഈ ഓഫ് ഗ്രിഡ് ചെയ്യണത്. അവരെ സ്കീം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും അത് ഇല്ല, അത് അവരറിയിക്കണം. ഓൺ ഗ്രിഡ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം നോർമലി ഇല്ല. അപ്പൊ ഓൺ ഗ്രിഡ് മാത്രം കൊടുത്താൽ മതി അല്ലേ? അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ്സ് ഒന്ന് പറഞ്ഞേക്കാമോ? വളരെ നന്നായിരുന്നു കണ്ണൻ സാർ. ഇത് കേരളത്തിലെ സോളാർ ഇന്റഗ്രേറ്റേഴ്സ് ക്ലബ് ഹൗസിൽ ഇതുവരെ ഇത് കേൾക്കായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. ഇതുവരെ 100-ലധികം പേര് കേട്ടു. ഇപ്പോഴും അവിടെ 15 പേരുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും കിട്ടിയായിരുന്നു. താങ്ക് യു കണ്ണൻ സാർ. താങ്ക് യു ടിൻസു, എല്ലാ സ്പീക്കേഴ്സിനോടും, രാഹുൽ, അഖിൽ. ഓക്കെ, താങ്ക് യു. ഞാനും ക്ലബ് ഹൗസിൽ നിന്നാണ്, കേരള സോളാർ ക്ലബിൽ നിന്നാണ്. ഞാൻ ഇവിടെയും അവിടെയും ലോഗിൻ ചെയ്തിട്ടുണ്ട്. സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ടെക്നിക്കലാണ്, എന്നാലും നമ്മുടെ കാണികൾക്ക് അവിടെയും ഇവിടെയും മനസ്സിലാവും. ഇതുപോലെ ക്വസ്റ്റ്യൻസിനാണ് ഞങ്ങൾ അവിടെയും ഫേസ് ചെയ്യാറ്. അപ്പൊ അതുപോലെ ആൻസേഴ്സും ഞങ്ങൾക്ക് ഒരു ഡബിൾ കൺഫർമേഷൻ ആയിരുന്നു. താങ്ക്സ് എല്ലാ സ്പീക്കേഴ്സിനും. താങ്ക്സ് കണ്ണൻ സാറിന് പ്രത്യേക താങ്ക്സ് ഇത് അറേഞ്ച് ചെയ്തതിനെ. താങ്ക് യു. താങ്ക് യു കണ്ണൻ സാർ ആൻഡ് മറ്റു 3 സ്പീക്കേഴ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നല്ലൊരു സെഷനായിരുന്നു ഇന്നത്തേത്. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ 3 പേരും തിയററ്റിക്കലും പ്രാക്ടിക്കലിലും സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു മേഖലയിലാണ് സാധാരണ കഴിവ് ഉള്ളത്. എന്നാൽ ഇവര് 3 പേരെ സംബന്ധിച്ചാണെങ്കിൽ അവർ നല്ല എക്സ്പീരിയൻസുകളാണ്. വളരെ കൂടുതൽ ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോരോ സ്പെഷ്യാലിറ്റിയാണ് ഉള്ളത്. രാഹുലിനൊക്കെ ആണെങ്കിൽ ഒരു സ്പെഷ്യൽ പുതിയ മേഖല, അഡ്വാൻസ്ഡ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ റിസർച്ച് ചെയ്യുന്നു. ടിൻഷുവിനൊക്കെ ആണെങ്കിൽ ഇലക്ട്രിക്കൽ മേഖലയിൽ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അഖിലൊക്കെ ഇവര് രണ്ടുപേരും ഒക്കെ വളരെ ചെറുപ്പമാണ്. അപ്പോൾ അവരുടെ ആ ചെറുപ്രായത്തിൽ തന്നെ കൂടുതൽ നോളജ്, ഇവരെല്ലാവരും തന്നെ ദിവസേന കൂടുതൽ സമയം അത് പഠിക്കുന്നതിനും അത് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഒരു ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള ആൻസറുകളാണ്. അതായത് ഏത് ക്വസ്റ്റ്യൻസും
നമുക്ക് ഇവരുമായിട്ടൊക്കെ അടുത്ത് പരിചയപ്പെട്ടതിൽ നിന്നും ഓൺഗ്രിഡിനെ സംബന്ധിച്ചുള്ള, ഓൺഗ്രിഡ് മാത്രമല്ല മറ്റു മേഖലകളിലും അതിനെക്കുറിച്ചുള്ള ഏത് ഡൗട്ട്സിനും ആൻസർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീക്കർ പാനലാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും ഈ 3 പേർക്കും സ്പെഷ്യൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതോടൊപ്പം ക്ലബ് ഹൗസിൽ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ 100-ലധികം പേര് പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും ഒരു വൈഡ് റേഞ്ചിൽ ഈ കാര്യങ്ങളെ ഓൺഗ്രിഡിനെ സംബന്ധിച്ചും അതിൻ്റെ ഇൻസ്റ്റാളർക്കും വളരെയധികം പ്രയോജനമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. അതോടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. Thank you. Good night. Thank you. Thank you, everyone. sir. Thank you, sir. Thank you, sir. Thank you, everyone. Thank you, sir. Whole team. അടുത്ത ഞായറാഴ്ച നമുക്ക് മറ്റൊരു വിഷയം ഇതിൽ ഡിസ്കസ് ചെയ്യാം. 8 മണിയാകുമ്പോൾ അടുത്ത ഞായറാഴ്ച നമുക്ക് ഇതിൽ പങ്കെടുക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഗുഡ് നൈറ്റ്. Thank you, sir. Good night. Good night, sir.